ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു എഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജിയിലെ 12th യൂണിറ്റിലേക്കാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 12, 12ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആ യൂണിറ്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കണം. അതേപോലെ തന്നെ നമ്മളുടെ ഈ ചാപ്റ്റേഴ്സൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവാനായി. നമുക്ക് ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജിയിൽ 14 യൂണിറ്റാണ്. അതിലെ 12ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത്. അതിൽ ചാപ്റ്ററിന്റെ പേര് നോക്കൂ, സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം എന്നാണ് നമ്മളുടെ ചാപ്റ്ററിന്റെ പേര്. അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് സോഷ്യലൈസേഷൻ എന്താ എന്ന് നമുക്ക് നോക്കാം. എന്താണ് സാമൂഹ്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മാത്രമല്ല അതിന്റെ ഡെഫിനിഷൻ 2-3 ആളുകൾ ഈ സോഷ്യലൈസേഷനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കൂ, വാട്ട് ഈസ് സോഷ്യലൈസേഷൻ? സോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആദ്യം നമുക്ക് നോക്കാം. സോഷ്യലൈസേഷൻ ഈസ് ആൻ പ്രോസസ് ഫോർ ദ ഫങ്ഷനിങ് ആൻഡ് continuation of society. Different society have different ways and methods to train their newborn members so that they are able to develop their own personality. This learning of and building the personality of the child is called socialization. അതായത് സോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമൂഹത്തിന്റെ പ്രവർത്തനത്തിനും തുടർച്ചയ്ക്കും സാമൂഹ്യവൽക്കരണം ഒരു പ്രധാന പ്രക്രിയയാണ്. സമൂഹത്തിന്റെ പ്രവർത്തനത്തിനും ഫങ്ഷനിങ്ങിനും കണ്ടിന്യൂഷൻ തുടർച്ചയ്ക്കും സാമൂഹ്യവൽക്കരണം വളരെയധികം പ്രാധാന്യം ഉൾക്കൊള്ളുന്നതാണ്. സോഷ്യലൈസേഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് പ്രോസസ് ഫോർ ദ ഫങ്ഷനിങ് ആൻഡ് കണ്ടിന്യൂഷൻ ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ പ്രവർത്തനത്തിനും തുടർച്ചയ്ക്കും സാമൂഹ്യവൽക്കരണം വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന പ്രക്രിയയാണ്. ഡിഫറെന്റ് സൊസൈറ്റി ഹാവ് ഡിഫറെന്റ് വേസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ട്രെയിൻ ദെയർ ന്യൂ ബോൺ മെമ്പേഴ്സ് സോ ദാറ്റ് ദേ ആർ ഏബിൾ ടു ഡെവലപ്പ് ദെയർ ഓൺ പേഴ്സണാലിറ്റി. അതേപോലെ തന്നെ വ്യത്യസ്ത സമൂഹങ്ങൾക്ക് അവരുടെ ഡിഫറെന്റ് സൊസൈറ്റി പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്ത സമൂഹങ്ങൾക്ക് അവരുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ന്യൂ ബോൺ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നവജാത ശിശുക്കളെ. ന്യൂ ബോൺ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നവജാത ശിശുക്കൾ. അപ്പൊ വ്യത്യസ്ത സമൂഹത്തിന് നവജാത ശിശുക്കളെ സ്വന്തം വ്യക്തിത്വങ്ങൾ വികസിപ്പിക്കുന്നതിന് പരിശീലിപ്പിക്കുന്നതിന് വ്യത്യസ്ത വഴികളും രീതികളുമുണ്ട്. ഇപ്പൊ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് തുടർച്ചയ്ക്കും സോഷ്യലൈസേഷൻ അതിന്റെ പ്രവർത്തനത്തിനും കണ്ടിന്യൂഷനും തുടർച്ചയ്ക്കും സാമൂഹ്യവൽക്കരണം ഒരു പ്രധാന പ്രക്രിയയാണ്. സമൂഹത്തിന്റെ പ്രവർത്തനത്തിനും കണ്ടിന്യൂഷനും സാമൂഹ്യവൽക്കരണം ഒരു പ്രധാന പ്രോസസ്സാണ്. മാത്രമല്ല വ്യത്യസ്ത എന്താണ് ഉദ്ദേശിക്കുന്നത്? വ്യത്യസ്ത സമൂഹങ്ങൾക്ക് അവരുടെ നവജാത ശിശുക്കളെ സ്വന്തം വ്യക്തിത്വങ്ങൾ അവരുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണം, പരിശീലിപ്പിക്കണം എന്ന വ്യത്യസ്ത വഴികളും ഉണ്ടായിരിക്കും, രീതികളും ഉണ്ടായിരിക്കും. This training of and building the personality of the child is called socialization. ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തെ പരിശീലിക്കുന്നതിനും കെട്ടിപ്പടുക്കുന്നതിനുമുള്ള സാഹചര്യത്തെയാണ് നമ്മൾ എന്ത് പറയുക? സോഷ്യലൈസേഷൻ. ദിസ് ട്രെയിനിങ് ഓഫ് ആൻഡ് ബിൽഡിംഗ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ചൈൽഡ്. ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ട്രെയിനിങ്, പരിശീലിപ്പിക്കുന്നതിനെയാണ് എന്തു പറയുന്നത്? സാമൂഹ്യവൽക്കരണം അഥവാ സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തെ പരിശീലിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ അതിനെ കെട്ടിപ്പടുക്കുന്നതിനുമുള്ള സാഹചര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. കൂടാതെ അപ്പൊ നമുക്കറിയാം
ഒരു കുട്ടിയുടെ സ്വഭാവപരമായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് നേടിയെടുക്കുന്നത്? സോഷ്യലൈസേഷനിലൂടെയാണ്. ഇപ്പൊ ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ ആ കുട്ടിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആ കുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും വാക്കുകളിൽ നിന്നാണ് ഭാഷ പഠിക്കുന്നത്. അപ്പൊ ആ കുട്ടി ഓരോ ഭാഷയും പഠിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? സോഷ്യലൈസേഷൻ ആണ്, സാമൂഹ്യവൽക്കരണമാണ്. ഇപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ഓരോ ദൈനംദിനമായ കാര്യങ്ങളിലൊക്കെ കഴിവ് നേടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സോഷ്യലൈസേഷൻ എന്ന് വിളിക്കാം. കുട്ടിയുടെ വ്യക്തിത്വത്തെ പരിശീലിപ്പിക്കുന്നതിനും കെട്ടിപ്പടുക്കുന്നതിനുമുള്ള ആ സാഹചര്യത്തെയാണ് ഇവിടെ എന്ത് പറയുന്നത്? സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോഷ്യലൈസേഷൻ is a process of learning rules, habit and value of a group to which a person belong, whether it is family, friends, colleagues, any other group. അതേപോലെ തന്നെ പിന്നെന്താണ് പറയുന്നത്? സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുടുംബം, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, കൊളേജ് എന്ന് പറഞ്ഞാൽ ആരാ? സഹപ്രവർത്തകർ, മറ്റേതെങ്കിലും ഗ്രൂപ്പ് എന്നിവരായാലും ഒരു വ്യക്തി ഉൾപ്പെടുന്ന ഗ്രൂപ്പിന്റെ നിയമങ്ങൾ, ശീലങ്ങൾ, മൂല്യങ്ങൾ എന്നിവ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം. സോഷ്യലൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് റൂൾസ്, ഹാബിറ്റ് ആൻഡ് വാല്യൂ ഓഫ് എ ഗ്രൂപ്പ് ടു വിച്ച് എ പേഴ്സൺ ബിലോങ്, വെദർ ഇറ്റ് ഈസ് ഫാമിലി, ഫ്രണ്ട്സ്, കോളേജ്, എനി അതർ ഗ്രൂപ്പ്. അതായത് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാണ് സോഷ്യലൈസേഷൻ? കുടുംബം, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, മറ്റ് ഏതെങ്കിലും ഗ്രൂപ്പ് എന്നിവയാലും ഒരു വ്യക്തി ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിന്റെ നിയമങ്ങൾ, ശീലങ്ങൾ, മൂല്യങ്ങൾ എന്നിവ പഠിക്കുന്ന പ്രോസസ്സിനെയും നമുക്ക് എന്ത് വിളിക്കാം? സാമൂഹ്യവൽക്കരണം എന്ന് വിളിക്കാം. അപ്പൊ സാമൂഹ്യവൽക്കരണം എന്ന് പറയുമ്പോൾ അതെന്താണ്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി കുടുംബം, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, മറ്റുള്ള ഗ്രൂപ്പുകൾ തുടങ്ങിയവയാലും ഒരു വ്യക്തി ഉൾപ്പെടുന്ന ഗ്രൂപ്പിന്റെ നിയമങ്ങളും ശീലങ്ങളും മൂല്യങ്ങൾ എന്നിവ പഠിക്കുന്ന പ്രോസസ്സിനെയും നമ്മൾക്ക് എന്ത് വിളിക്കാം? സാമൂഹ്യവൽക്കരണം എന്ന് വിളിക്കാം. And then it is the process by which a child slowly become aware of her and himself as a member of group and gives knowledge about the culture of the family and also society in which he is born. അതായത് പിന്നെന്താ പറയുന്നത്? ഒരു ഗ്രൂപ്പിലെ അംഗം എന്ന നിലയിൽ ഒരു കുട്ടി പതുക്കെ സ്വയം തിരിച്ചറിയുകയും കുടുംബത്തിന്റെ സംസ്കാരങ്ങളെക്കുറിച്ചും അവൾ അല്ലെങ്കിൽ അവൻ ജനിച്ച സമൂഹത്തെക്കുറിച്ചും അറിവ് നേടുകയും ചെയ്യുന്ന പ്രക്രിയയാണിത്. ഒരു ഗ്രൂപ്പിലെ അംഗം എന്ന നിലയിൽ ഒരു കുട്ടി പതുക്കെ സ്വയം തിരിച്ചറിയുകയും it is the process by which a child slowly become aware of her himself as a member of group. ഒരു ഗ്രൂപ്പിലെ അംഗം എന്ന നിലയിൽ ഒരു കുട്ടി ആ കുട്ടിയുടെ സമൂഹത്തെക്കുറിച്ച് സ്വയം തിരിച്ചറിയുകയും കുടുംബത്തിന്റെ സംസ്കാരത്തെക്കുറിച്ചും അവൻ അല്ലെങ്കിൽ അവൾ ജനിച്ച സമൂഹത്തെക്കുറിച്ചും അറിവ് നേടുകയുമാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സോഷ്യലൈസേഷൻ. ഒരു ഗ്രൂപ്പിലെ ഒരു കുട്ടി സ്വയം തിരിച്ചറിയുകയും സമൂഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? സോഷ്യലൈസേഷൻ. അടുത്ത ടോപ്പിക്കാണ് ഡെഫിനിഷൻ ഓഫ് സോഷ്യലൈസേഷൻ. 3 ഡെഫിനിഷനാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. സാമൂഹ്യവൽക്കരണത്തിന്റെ ചില നിർവചനങ്ങൾ എന്ന ഈ ടോപ്പിക്കില് 3 ഡെഫിനിഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ആരാ എഴുതിയതാ? 3 എണ്ണം ഉണ്ട്, അതിൽ 2 എണ്ണം എന്തായാലും പഠിക്കുക കേട്ടോ. ആന്റണി ഗിഡൻസ് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ആന്റണി ഗിഡൻസ്: സോഷ്യലൈസേഷൻ refers to the process which transform quite helpless human infant into a self-aware, knowledgeable person who is skilled in the way of their society culture. അതായത് ആന്റണി ഗിഡന്റെ അഭിപ്രായത്തിൽ സോഷ്യലൈസേഷൻ refers to the process which transform quite helpless human infant into a
self-aware, knowledgeable person who is skilled in the way of their society culture. അതായത് സാമൂഹ്യവൽക്കരണം എന്നത് തികച്ചും നിസ്സഹായനായ ഒരു മനുഷ്യൻ ശിശുവിനെ സ്വയം അവബോധമുള്ള അറിവുള്ള ഒരു സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ വഴികളിൽ വൈവിധ്യമുള്ള വ്യക്തിയായി മാറ്റുന്ന പ്രക്രിയയെ സൂചിപ്പിക്കുന്നു. സാമൂഹ്യവൽക്കരണം എന്നത് നിസ്സഹായനായ ഒരു മനുഷ്യൻ അഥവാ ശിശു, ഇൻഫാന്റ് പറഞ്ഞ ആരാ? ശിശു. അപ്പോൾ ഒരു നിസ്സഹായനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ശിശുവിനെ സ്വയം അവബോധമുള്ള അറിവുള്ള അവരുടെ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ വഴികളിൽ വൈദഗ്ധ്യമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്ന പ്രക്രിയയെയാണ് എന്തു പറയുന്നത്? സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഒരു സോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് ആന്റണി ഗിഡൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ഹ്യൂമൻ ഇൻഫാന്റ്, ഒരു മനുഷ്യനായി മാറുക എന്തിൽ നിന്നാണ്? ശിശുവിൽ നിന്നാണ്. അപ്പൊ ആ ഒരു ശിശുവിനെ എന്താക്കി മാറ്റിയാണ് ചെയ്യുന്നത്? എന്താക്കി മാറ്റുന്നു? സ്വയം അവബോധമുള്ള അറിവുള്ള ഒരു സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ വഴികളിൽ വൈദഗ്ധ്യമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്നതിനെയാണ് ആന്റണി ഗിഡൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് സോഷ്യലൈസേഷൻ എന്താ എന്ന് ആരാ പറയുന്നത്? പീറ്റർ വോൾഫ്ലി. പീറ്റർ വോൾഫ്ലി എന്താണ് പറയുന്നത് നോക്കൂ. ബൈ ദിസ് ഈസ് മീൻഡ് സിംപ്ലി ദ ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ is the process whereby we learn the rules and practices of social group. Socialization is an aspect of all activity within all human society. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിംപ്ലി എന്താ? ലളിതമായി പറയുകയാണെങ്കിൽ സംസ്കാരത്തിന്റെ കൈമാറ്റം എന്നാണ്. കൾച്ചർ ട്രാൻസ്മിഷൻ. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ, സംസ്കാരത്തിന്റെ കൈമാറ്റത്തെയാണ് ഇവിടെ എന്തു പറയുന്നത്? സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. പീറ്റർ വോൾഫ്ലിയുടെ അഭിപ്രായത്തില് സംസ്കാരത്തിന്റെ ട്രാൻസ്മിഷൻ ആണ് എന്ത്? സോഷ്യലൈസേഷൻ. ഇപ്പൊ സംസ്കാരത്തിന്റെ ട്രാൻസ്മിഷൻ ആയിട്ടാണ് ഏതിനെ പറയുന്നത്? സോഷ്യലൈസേഷനെ പറയുന്നത്. കൂടാതെ സാമൂഹിക ഗ്രൂപ്പുകളുടെ നിയമങ്ങളും രീതികളും മനുഷ്യൻ പഠിക്കുന്ന പ്രക്രിയ എല്ലാ മനുഷ്യ സമൂഹങ്ങളിലെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു വശമാണ് സാമൂഹ്യവൽക്കരണം. അതേപോലെ തന്നെ സാമൂഹിക ഗ്രൂപ്പുകളുടെ നിയമങ്ങളും രീതികളും മനുഷ്യൻ പഠിക്കുന്ന പ്രക്രിയ എല്ലാ സമൂഹങ്ങളിലെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു വശമായിട്ടാണ് ഇതിനെ കാണുന്നത്? സോഷ്യലൈസേഷനെ കാണുന്നത്. റൂൾസ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിയമങ്ങളുടെയും അതേപോലെ തന്നെ രീതികളുടെയും മനുഷ്യൻ പഠിക്കുന്ന പ്രക്രിയകളുടെയും സമൂഹങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു വശമായിട്ടാണ് സോഷ്യലൈസേഷനെ ആര് വ്യക്തമാക്കുന്നത്? പീറ്റർ വോൾഫ്ലി വ്യക്തമാക്കുന്നത്. അടുത്തതാണ് ടോണി ബിൽട്ടൺ. ടോണി ബിൽട്ടന്റെ അഭിപ്രായത്തിൽ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? The process by which we acquire the culture of the society into which we are born, the process by which we acquire our social characteristic and learn the ways of thought and behavior considered appropriate in our society is called socialization. ടോണി ബിൽട്ടന്റെ അഭിപ്രായത്തിൽ the process by which we acquire the culture of the society into which we are born, the process by which we acquire our social characteristic. നാം ജനിക്കുന്ന സമൂഹത്തിന്റെ സംസ്കാരം നേടുന്ന പ്രക്രിയയും നമ്മുടെ സാമൂഹിക സവിശേഷതകൾ നേടുന്ന പ്രക്രിയയും നമ്മുടെ സമൂഹത്തിന്റെ ഉചിതമായി കരുതപ്പെടുന്ന ചിന്താരീതികളെയും പെരുമാറ്റ രീതികളെയും പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം. നാം ജനിക്കുന്ന സമൂഹത്തിന്റെ സംസ്കാരം നേടുന്ന പ്രക്രിയയെയും the process by which acquire the culture of the society into which we are born, അതായത് നാം ജനിക്കുന്ന സമൂഹത്തിന്റെ സംസ്കാരം നേടുന്ന പ്രക്രിയയെയും the process by which acquire the culture of the society in which we are born എന്ന് പറഞ്ഞാൽ എന്താണ്? നാം ജനിക്കുന്ന സമൂഹത്തിന്റെ സംസ്കാരം നേടുന്ന പ്രക്രിയയെയും
നമ്മുടെ സാമൂഹിക സവിശേഷതകൾ നേടുന്ന പ്രക്രിയയെയും ദ പ്രോസസ് ബൈ വിച്ച് അക്വയർ അവർ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്. സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞാൽ എന്താണ്? സാമൂഹിക സവിശേഷതകൾ നേടുന്ന പ്രക്രിയയെയും നമ്മുടെ സമൂഹത്തിൽ ഉചിതമെന്ന് കരുതപ്പെടുന്ന ചിന്താരീതികളെയും ലേൺഡ് വേസ് ഓഫ് തോട്ട്. നമ്മുടെ സമൂഹത്തിലെ ശരിയാണെന്ന് തോന്നുന്ന ഉചിതമെന്ന് കരുതപ്പെടുന്ന ചിന്താരീതികളെയും പെരുമാറ്റങ്ങളെയും ബിഹേവിയറിനെയും പഠിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് സോഷ്യലൈസേഷൻ. ഇപ്പൊ ടോണി ബിൽഡന്റെ അഭിപ്രായത്തില് ദ പ്രോസസ് ബൈ വിച്ച് അക്വയർ ദ കൾച്ചർ ഓഫ് ദ സൊസൈറ്റി ഇൻ ടു വിച്ച് വി ആർ ബോൺ, അതായത് നാം ജനിക്കുന്ന സമൂഹത്തിന്റെ സംസ്കാരം നേടുന്ന പ്രക്രിയയെയും നാം ജനിക്കുന്ന സമൂഹത്തിന്റെ കൾച്ചർ നേടുന്ന പ്രക്രിയയെയും പിന്നെ ദ പ്രോസസ് ബൈ വിച്ച് അക്വയർ അവർ സോഷ്യൽ ക്യാരക്ടർ, നമ്മുടെ സാമൂഹിക സ്വഭാവത്തെയും നമ്മുടെ ശരിയായിട്ടുള്ള ലേൺഡ് ബേസ് ഓഫ് തോട്ട്, നമ്മുടെ ശരിയായിട്ടുള്ള ചിന്തയെയും ബിഹേവിയർ പെരുമാറ്റത്തെയും ഒക്കെ പഠിക്കുന്ന പ്രക്രിയയാണ് എന്തു പറയുന്നത്? സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ആരുടെ അഭിപ്രായത്തില്? ടോണി ബിൽട്ടൺ. അപ്പൊ കുട്ടികളെ, നിങ്ങൾക്ക് സോഷ്യലൈസേഷൻ എന്താ എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ 3 ഡെഫിനിഷൻ ഉണ്ട്. ഈ 3 ഡെഫിനിഷനിൽ 2 എണ്ണെങ്കിലും നിങ്ങൾ ഇതേപോലെ തന്നെ പഠിക്കണത്. നമ്മളതായ രീതിയിൽ ഒരിക്കലും എഴുതാൻ പറ്റില്ല, അവര് പറയുന്ന രീതിയിൽ തന്നെ വേണം. അതുകൊണ്ട് 2 എണ്ണം 3 എണ്ണം ഇവിടെ എഴുതിയിട്ട് പറഞ്ഞു തന്നു. അതിലെ നിങ്ങൾക്ക് ഏതാണ് പഠിക്കുമ്പോൾ എളുപ്പമുള്ളത് വെച്ചാൽ അതിലത്തെ 2 എണ്ണം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. അടുത്ത ടോപ്പിക് എന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ കുട്ടികളെ, നമ്മൾ ഈ ചാപ്റ്ററിലെ ഈ യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഈ ഒരു ടോപ്പിക്ക്. ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണത്തിന്റെ ടൈപ്സുകൾ ഏതൊക്കെയെന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കതിൽ ആദ്യം 6 പോയിന്റ്സുകളാണ് വരുന്നത്. ആ 6 പോയിന്റ്സ് നിങ്ങൾ അപ്പോൾ എക്സാമിന് ഇത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പോയിന്റ്സുകൾ എഴുതുക, എന്നിട്ട് ഓരോന്നും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ ടീച്ചർ ഓരോ പോയിന്റുകൾ പറയാം. ഫസ്റ്റ് വൺ പ്രൈമറി സോഷ്യലൈസേഷൻ, സെക്കൻഡ് വൺ സെക്കൻഡറി സോഷ്യലൈസേഷൻ, തേർഡ് വൺ ജെൻഡർ സോഷ്യലൈസേഷൻ, ഫോർത്ത് വൺ ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ, ഫിഫ്ത്ത് വൺ റീസോഷ്യലൈസേഷൻ, ഫിഫ്ത്ത് വൺ അഡൽട്ട് സോഷ്യലൈസേഷൻ. അങ്ങനെ 6 ടൈപ്സ് ആണ് സോഷ്യലൈസേഷനിലുള്ളത്. അതിൽ നമുക്ക് പ്രൈമറി സോഷ്യലൈസേഷൻ എന്താ എന്ന് നോക്കാം. പ്രൈമറി, പ്രാഥമിക സാമൂഹ്യവൽക്കരണം അഥവാ പ്രൈമറി സോഷ്യലൈസേഷൻ. പ്രൈമറി സോഷ്യലൈസേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇൻ ദ പ്രോസസ്. അപ്പൊ പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ്. ഓഫ് സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രോസസ് ആയിട്ടാണ് ഏതിനെ കൺസിഡർ ചെയ്യുന്നത്? പ്രൈമറി സോഷ്യലൈസേഷനെ പരിഗണിക്കുന്നത്. ഇറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് ഇൻഫാൻസി ആൻഡ് ചൈൽഡ്ഹുഡ്. അതേപോലെ തന്നെ പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ഏത് ഘട്ടത്തിൽ സംഭവിക്കുന്നതാ? ഇൻഫാൻസി. ഇൻഫാൻസി എന്ന് പറഞ്ഞാൽ ശൈശവഘട്ടം. അതായത് ശൈശവത്തിലും ചൈൽഡ്ഹുഡ് പറഞ്ഞാൽ ബാല്യത്തിലും, ഒരു മനുഷ്യന്റെ ശൈശവാവസ്ഥയിലും ശിശുവായിരിക്കുന്ന അവസ്ഥയിലും ചൈൽഡ്ഹുഡ് ബാല്യത്തിലും സംഭവിക്കുന്ന പ്രോസസ്സാണ് പ്രൈമറി സോഷ്യലൈസേഷൻ. The primary stage basically takes shape during infancy and childhood, where basic knowledge and language or behavior is strength. അതേപോലെ തന്നെ അടിസ്ഥാനപരമായി ഇത് രൂപം കൊള്ളുന്നത് ശൈശവത്തിലും ബാല്യത്തിലുമാണ്. അതുകൊണ്ട് തന്നെ അറിവും ഭാഷയും പെരുമാറ്റവും പഠിക്കപ്പെടുന്നതും ഈ കാലഘട്ടത്തിലാണ്. ഒരു അറിവും ഭാഷയും പെരുമാറ്റവും, നോളജും ലാംഗ്വേജും ക്യാരക്ടറും ഒക്കെ, നമ്മുടെ ബിഹേവിയർ ഒക്കെ രൂപം കൊള്ളുന്ന കാലഘട്ടമാണ് പ്രൈമറി സോഷ്യലൈസേഷൻ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റേജാണ്. ആ പ്രൈമറി സ്റ്റേജ് ഇൻഫാൻസി ആൻഡ് ചൈൽഡ്ഹുഡ് ആണ്. അതായത് ശൈശവഘട്ടത്തിലും
ബാല്യഘട്ടത്തിലുമാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവർ അറിവും ഭാഷയും പെരുമാറ്റവും ഒക്കെ പഠിക്കുക ഏത് കാലഘട്ടത്തിലായിരിക്കും? പ്രൈമറി സോഷ്യലൈസേഷൻ സ്റ്റേജിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? ദി സ്പേസ് ഓഫ് സോഷ്യലൈസേഷൻ യൂഷ്വലി ടേക്ക് പ്ലേസ് വിത്തിൻ ദ ഫാമിലി. അതുകൊണ്ട് തന്നെ സാമൂഹ്യവൽക്കരണത്തിന്റെ ഈ ഘട്ടം സാധാരണയായിട്ട് എന്താണ് ഇതിനെ, അതായത് ഈ ഒരു കാലഘട്ടം സാധാരണയായിട്ട് ഏത് ഫാമിലിയും നടക്കുന്ന ഏതൊരു കുടുംബത്തിലും ആദ്യമായി നടക്കുന്ന ഫസ്റ്റ് സ്റ്റേജാണ് ഈ ഘട്ടം. ഏതൊരു ഫാമിലിയിലും ആ ഫാമിലിയിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങുന്നത് ഏത് പീരിയഡിലാണ്? പ്രൈമറി സ്റ്റേജിലാണ്. അതാണ് പ്രൈമറി സോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവിടെ വെച്ചാണ് കുട്ടി ഭാഷയും അതേപോലെ തന്നെ നോളജും ബിഹേവിയറൊക്കെ പഠിക്കാൻ തുടങ്ങുന്നത്. അടുത്ത പോയിന്റാണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ. എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ സെക്കൻഡറി സോഷ്യലൈസേഷൻ? Secondary socialization occurs when the infant passes into the childhood phase and continues into maturity. ശിശു, ബാല്യം തുടങ്ങിയ കാലഘട്ടങ്ങൾ കടന്ന് പക്വതയിലേക്ക് കടക്കുമ്പോഴാണ് സെക്കൻഡറി സാമൂഹ്യവൽക്കരണം സംഭവിക്കുന്നത്. ഒരു ശിശു, ബാല്യം തുടങ്ങിയ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് ഒരു സെക്കൻഡ് പീരിയഡിലേക്ക് എത്തുമ്പോഴാണ് ഏത് സിറ്റുവേഷൻ ഉണ്ടാവുന്നത്? സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന സാഹചര്യം ഉടലെടുക്കുന്നത്. അപ്പോൾ സെക്കൻഡറി സോഷ്യലൈസേഷൻ ഉടലെടുക്കുന്നത് ഏത് കഴിയുമ്പോഴാണ്? ഇൻഫാൻസിയും ചൈൽഡ്ഹുഡും കഴിയുമ്പോഴാണ് ഏത് പ്രക്രിയ നടക്കുക? സെക്കൻഡറി സോഷ്യലൈസേഷൻ നടക്കുക. During this phase, more than family, some other agent of socialization like the school and friends group began to play a role in socializing the child. അതുകൊണ്ട് തന്നെ പിന്നെന്താ പറയുന്നത്? സ്കൂൾ, സുഹൃത്തുക്കൾ തുടങ്ങിയ ചില സാമൂഹ്യവൽക്കരണ ഏജന്റുകളുമായി കുട്ടി സാമൂഹ്യവൽക്കരിക്കുന്നതിൽ പങ്കുവഹിക്കുന്നു. കുടുംബവുമായിട്ടാവില്ല. സെക്കൻഡറി സോഷ്യലൈസേഷൻ ആകുമ്പോഴേക്കും കുടുംബത്തിൽ നിന്നും അകന്ന് ആ വ്യക്തി ആരിലേക്ക് കടക്കുന്ന പറയുന്നത്? സ്കൂൾ ഫ്രണ്ട്സുമായിട്ട് വളരെയധികം ബന്ധം പുലർത്താൻ തുടങ്ങും. സെക്കൻഡറി സോഷ്യലൈസേഷൻ ഘട്ടമായിരിക്കുമ്പോൾ കുടുംബത്തിനോട് വലിയൊരു ബന്ധം പുലർത്താതെ ആരോടായിരിക്കും കൂടുതൽ ബന്ധം പുലർത്തുക? സ്കൂളുമായിട്ടും ഫ്രണ്ട്സുമായിട്ടായിരിക്കും ബന്ധം പുലർത്തുന്നത്. സുഹൃത്തുക്കൾ, സ്കൂൾ സുഹൃത്തുക്കൾ തുടങ്ങിയ ഗ്രൂപ്പുകളുമായിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? സാമൂഹ്യവൽക്കരണത്തിൽ പങ്കുചേരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യത്യസ്ത സാമൂഹ്യവൽക്കരണ ഏജന്റുകളിലൂടെയുള്ള വ്യത്യസ്ത തരം സാമൂഹിക ഇടപെടൽ കുട്ടിയെ അവരുടെ സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ധാർമ്മിക മാനദണ്ഡങ്ങൾ, ആചാരങ്ങൾ, തത്വങ്ങൾ എന്നിവ പഠിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ത്രൂ ദീസ് ഡിഫറെന്റ് ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ help the child to learn moral standard, customs and principle of their society and culture. അപ്പോൾ ഈ കുട്ടി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളുമായിട്ടും ഫ്രണ്ട്സുമായി ബന്ധം പുലർത്തുന്ന കാലഘട്ടമാണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ. ഇതിലൂടെ കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നു? മോറൽ സ്റ്റാൻഡേർഡ് കാരണം എന്താ? ധാർമ്മിക മാനദണ്ഡങ്ങൾ, പിന്നെ കസ്റ്റംസ് ആചാരങ്ങൾ, പ്രിൻസിപ്പിൾസ് തത്വങ്ങൾ, അതേപോലെ തന്നെ പിന്നെന്താണ് സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ ആർജിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തതാണ് ജെൻഡർ സോഷ്യലൈസേഷൻ. മൂന്നാമത്തെ പോയിന്റ് ആണ് ജെൻഡർ സോഷ്യലൈസേഷൻ. Gender socialization can be understood as the process by which different agents of socialization shape through the children and make them learn different gender roles. സാമൂഹ്യവൽക്കരണത്തിന്റെ വ്യത്യസ്ത ഏജന്റുമാർ കുട്ടികളുടെ ചിന്തകളെ രൂപപ്പെടുത്തുകയും വ്യത്യസ്ത ലിംഗപരമായ റോളുകൾ പഠിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന
പ്രക്രിയയെ ആണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാല് സാമൂഹ്യവൽക്കരണത്തിന്റെ വ്യത്യസ്ത ഏജന്റുമാർ കുട്ടികളുടെ ചിന്തകളെ രൂപപ്പെടുത്തുകയും വ്യത്യസ്ത ലിംഗപരമായ റോളുകൾ പഠിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയുമായി ലിംഗപരമായ സാമൂഹ്യവൽക്കരണത്തെ മനസ്സിലാക്കാം. അപ്പോൾ ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹ്യവൽക്കരണത്തിന്റെ വ്യത്യസ്ത ഏജന്റുമാർ കുട്ടികളുടെ ചിന്തകളെ രൂപപ്പെടുത്തുകയും വ്യത്യസ്ത ലിംഗപരമായ റോളുകൾ ജെൻഡർ റോളുകൾ പഠിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഏത്? ജെൻഡർ സോഷ്യലൈസേഷൻ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പ്രത്യേകത എന്താണ്? ലോക ആരോഗ്യ സംഘടനയാണ്. ലോക ആരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ ജെൻഡർ അഥവാ ലിംഗഭേദം എന്നത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സാമൂഹികമായി നിർമ്മിച്ച സവിശേഷതകളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ജെൻഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മെയിലിന്റെയും ഫീമെയിലിന്റെയും സാമൂഹികപരമായി നിർമ്മിച്ചിട്ടുള്ള സവിശേഷതയെ ആണ് എന്ത് സൂചിപ്പിക്കുന്നത്? ജെൻഡർ എന്ന് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ such as norms, roles, relationship of and between group of women and men. അതുകൊണ്ട് തന്നെ എന്താണ്? ഇവിടെ റോളുകൾ മാനദണ്ഡങ്ങൾ, റോളുകൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഗ്രൂപ്പുകൾക്കിടയിലുള്ള ബന്ധങ്ങൾ എന്നിവയാണ്. അപ്പൊ ഇവിടെ റോളുകളും അവരുടെ മാനദണ്ഡങ്ങളും റോളുകളും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഗ്രൂപ്പുകൾക്കിടയിലുള്ള ബന്ധങ്ങൾ എന്നിവയാണ്. such as norms, roles and relationship and between group of women and men. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഇവിടെ മാനദണ്ഡങ്ങളും റോളും നോംസും റോൾസും ഒക്കെ വുമൺസിൻ്റെയും മെയിലിൻ്റെയും ഗ്രൂപ്പുകൾക്കിടയിലുള്ള ബന്ധങ്ങൾ എന്നിവയാണ്. അതുകൊണ്ട് തന്നെ ജെൻഡർ റോൾ റെഫേഴ്സ് ടു സോഷ്യൽ റോൾ അസൈൻ ടു ഈച്ച് സെക്സ് ആൻഡ് ലേബിൾഡ് ആസ് മസ്ലിൻ ഓർ ഫെമിനി. അതുകൊണ്ട് തന്നെ ഇവിടെ ജെൻഡർ റോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ജെൻഡറിൻ്റെയും നിയുക്തമായിരിക്കുന്നതിനും ഫെമിനി, മസ്ലിൻ ഓർ ഫെമിനി പറഞ്ഞാൽ ആരാണ്? പുരുഷലിംഗമോ സ്ത്രീലിംഗമോ എന്ന് ലേബൽ ചെയ്തിരിക്കുന്നതുമായ സാമൂഹിക റോളുകളെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ജെൻഡർ റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ജെൻഡർ റോള് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ലേബിൾ ചെയ്യുന്നത്? മസ്ലിൻ ഓർ ഫെമിനി. മസ്ലിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പുരുഷലിംഗം. ഫെമിനി പറഞ്ഞാൽ ആരാണ്? സ്ത്രീലിംഗം. അപ്പോൾ ജെൻഡർ റോൾ ഇവിടെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പുരുഷലിംഗത്തെയും സ്ത്രീലിംഗത്തെയും. മസ്ലിനിയാണ് ഫെമിനീനിയാണ് അവിടെ അത് ജെൻഡർ റോള് സൂചിപ്പിക്കുന്നത്. ഈ മൂന്നെണ്ണമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു നിർത്തുന്നത്. അടുത്തത് ഇനി നമുക്ക് എടുക്കാനുള്ളത് ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷനും റീസോഷ്യലൈസേഷനും അഡൽട്ട് സോഷ്യലൈസേഷനുമാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് പോയിന്റ് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കും. അടുത്തത് എന്തായെന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തതാണ് ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷനും റീസോഷ്യലൈസേഷനും അഡൽട്ട് സോഷ്യലൈസേഷനും. അപ്പോൾ നമുക്ക് എന്താണ് ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. എന്താണ് ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ? അതായത് മുൻകൂട്ടിയുള്ള സോഷ്യലൈസേഷൻ. ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ അഥവാ മുൻകൂട്ടിയുള്ള സോഷ്യലൈസേഷൻ. ദ ടേം anticipatory socialization was introduced by the sociologist Robert K. Merton 1957. 1957 റോബർട്ട് കെ മർട്ടനാണ് ഈ ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന ആശയം രൂപം കൊടുത്തത്. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് സമ്മൺ ഈസ് consciously socialized for future occupations, position and social relationship. അതുകൊണ്ട് തന്നെ പിന്നെ എന്താണ്, അപ്പോൾ ആരാണ് അത് രൂപം കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലായി.
ആരാണ്? മെർട്ടൺ, റോബർട്ട് കെ മെർട്ടൺ, MERTON, മെർട്ടൺ. റോബർട്ട് കെ മെർട്ടൺ ആണ് ഈ ഒരു മുൻകൂട്ടിയുള്ള സാമൂഹ്യവൽക്കരണം എന്ന ആശയം രൂപം കൊടുത്തത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് സമ്മൺ ഈസ് കോൺഷ്യസ്ലി സോഷ്യലൈസ്ഡ് ഫോർ ഫ്യൂച്ചർ ഓക്യുപ്പേഷൻസ്, പൊസിഷൻസ് ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. അതായത് ഫ്യൂച്ചർ ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവിയിലെ തൊഴിലുകൾ, പിന്നെന്താണ്? പൊസിഷൻ, സ്ഥാനങ്ങൾ, പിന്നെന്താണ്? സോഷ്യൽ റിലേഷൻഷിപ്പ്, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയ്ക്കായി ഒരാളെ ബോധപൂർവം സാമൂഹ്യവൽക്കരിക്കുന്ന പ്രക്രിയയാണിത്. ഇപ്പോൾ ഭാവിയിലേക്ക് വേണ്ടി എന്ന് തന്നെ പറയാം. ഭാവിയിലെ തൊഴിലിന് വേണ്ടിയിട്ടും, പൊസിഷൻ, സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടും, സോഷ്യൽ റിലേഷൻ, സാമൂഹിക ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരാളെ സാമൂഹ്യവൽക്കരിക്കുന്ന പ്രക്രിയയെയാണ് എന്ത് പറയുക? മുൻകൂട്ടിയുള്ള സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഭാവിയിലേക്ക് വേണ്ടി ഒരാളെ എന്ത് ചെയ്യുക? സാമൂഹ്യവൽക്കരിക്കുക. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ? അതായത് ഭാവിയിലെ തൊഴിലിന് വേണ്ടിയിട്ട്, സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട്, സാമൂഹിക ബന്ധങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരാളെ മുൻകൂട്ടി സാമൂഹ്യവൽക്കരിക്കുന്ന പ്രക്രിയയാണ് ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ through the anticipatory socialization, people are socialized into groups to which they wish to or have to join, so that entry into the group does not seem to be very difficult. അതേപോലെ തന്നെ ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ വഴി ആളുകളെ അവർ ആഗ്രഹിക്കുന്നതോ ചേരേണ്ടതോ ആയ ഗ്രൂപ്പുകളിലേക്ക് സാമൂഹ്യവൽക്കരിക്കുന്നു. അപ്പോൾ ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ വഴി ഒരാളെ അയാൾക്ക് ആഗ്രഹിക്കുന്നതോ അയാൾക്ക് ചേരേണ്ടതോ ആയ ഗ്രൂപ്പുകളിലേക്ക് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? സാമൂഹ്യവൽക്കരിക്കുന്നു. അപ്പോൾ ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ വഴി ആളുകളെ അവർ ആഗ്രഹിക്കുന്നതോ ചേരേണ്ടതോ ആയ ഗ്രൂപ്പുകളിലേക്ക് എന്ത് ചെയ്യുന്നു? സാമൂഹ്യവൽക്കരിക്കുന്നു. ത്രൂ ദ ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ പീപ്പിൾ ആർ സോഷ്യലൈസ്ഡ് ഇൻ ടു ഗ്രൂപ്പ് ടു വിച്ച് ദേ വിഷ് to or have to join, so that entry into the group does not seem to be very difficult. ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ വഴി ആളുകളെ അവർ ആഗ്രഹിക്കുന്നതോ ചേരേണ്ടതോ ആയ ഗ്രൂപ്പുകളിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നു? സാമൂഹ്യവൽക്കരിക്കുന്നു. അങ്ങനെ ഗ്രൂപ്പുകളിലേക്കുള്ള എൻട്രി, പ്രവേശനം വളരെ ബുദ്ധിമുട്ടുള്ളതായി തോന്നില്ല. അപ്പോൾ ഒരാളെ മുൻകൂട്ടി എന്ത് ചെയ്യാണ്? സോഷ്യലൈസേഷൻ നടത്തുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഗ്രൂപ്പുകളിലേക്ക് ചേരാനുള്ള പ്രവേശനം വളരെ എന്തായിട്ട് തോന്നില്ല? നോ ഡിഫിക്കൽറ്റി, ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല. ആൻഡ് ദെൻ some people suggest that parents are the primary source of anticipatory socialization, which come to socializing their children for future careers or social role. അതേപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത്? ഭാവിയിലെ കരിയറിന് വേണ്ടിയിട്ടോ സാമൂഹിക വേഷങ്ങൾക്ക് വേണ്ടി കുട്ടികളെ സാമൂഹ്യവൽക്കരിക്കുമ്പോൾ മാതാപിതാക്കളാണ് മുൻകൂർ സോഷ്യലൈസേഷൻ്റെ പ്രൈമറി ഫോഴ്സസ്. ഇപ്പം മാതാപിതാക്കളാണ് ഒരു കുട്ടിയെ മുൻകൂട്ടി സോഷ്യലൈസേഷൻ നടത്തുമ്പോൾ അതിൻ്റെ പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ആരാണ്? മാതാപിതാക്കളാണ്. ഒരു കുട്ടിയെ മുൻകൂട്ടി സാമൂഹ്യവൽക്കരണം നടത്തുമ്പോൾ അതിൻ്റെ പ്രാഥമിക അഥവാ പ്രൈമറി സോഷ്യലൈസേഷൻ ആയിട്ട് അവിടെ വരുന്നത് ആരാണ്? മാതാപിതാക്കളാണ്. അപ്പോൾ ഒരു കുട്ടീനെ മുൻകൂട്ടി ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ നടത്തണമെങ്കിൽ അവിടെ ആര് വേണം എന്നാണ് പറയുന്നത്? മാതാപിതാക്കൾ വേണം. For example, a child made to leave home to stay in a boarding school with the anticipation of better socialization. അതായത് ഉദാഹരണത്തിന് മെച്ചപ്പെട്ട സാമൂഹ്യവൽക്കരണം പ്രതീക്ഷിച്ച് ഒരു ബോർഡിംഗ് സ്കൂളിൽ താമസിക്കാൻ ഒരു കുട്ടിയെ വീട് വിട്ടു പോകാൻ നിർബന്ധിതനാക്കുന്നു. ഒരു കുട്ടി വലുതാകുമ്പോൾ നല്ല ഡിസിപ്ലിനോട് കൂടി പെരുമാറ്റം പഠിക്കാൻ വേണ്ടി ഒരു കുട്ടിയെ മുൻകൂട്ടി എന്ത് ചെയ്യാണ്? ബോർഡിംഗ് സ്കൂളിൽ പോലെയുള്ള സ്കൂളുകളിൽ കൊണ്ടാക്കുമ്പോൾ അവിടെ എന്താണ് നടത്തപ്പെടുന്നത്? മുൻകൂട്ടിയുള്ള സാമൂഹ്യവൽക്കരണമാണ് നടത്തപ്പെടുന്നത്. കുട്ടീനെ ഭാവി ചിന്തിച്ചിട്ട് ഇപ്പം തന്നെ കുട്ടിയെ എന്ത്
ചെയ്യാണ്? ബോർഡിംഗ് സ്കൂളിലേക്ക് ആക്കപ്പെടുകയാണെങ്കിൽ അവിടെ എന്താണ് നടത്തപ്പെടുന്നത്? ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ ആണ് നടത്തപ്പെടുന്നത്. അടുത്ത പോയിന്റാണ് റീസോഷ്യലൈസേഷൻ, പുനഃസാമൂഹ്യവൽക്കരണം. എന്താണ് പുനഃസാമൂഹ്യവൽക്കരണം എന്ന് നമുക്ക് നോക്കാം. അതായത് Resocialization refers to the process of leaving certain behavior pattern and roles in order to adopt new ones as part of one evolution in life. അതായത് റീസോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജീവിത പരിണാമത്തിന്റെ ഭാഗമായി പുതിയ പെരുമാറ്റ രീതികളും വേഷങ്ങളും സ്വീകരിക്കുന്നതിനായി ചില പെരുമാറ്റ രീതികളും വേഷങ്ങളും ഉപേക്ഷിക്കുന്ന പ്രക്രിയയാണ് ഏത്? പുനഃസാമൂഹ്യവൽക്കരണം. ജീവിത പരിണാമത്തിന്റെ ഭാഗമായിട്ട് പുതിയ പെരുമാറ്റ രീതികളും വേഷങ്ങളും സ്വീകരിക്കുന്നതിനായി ചില പെരുമാറ്റ രീതികളും വേഷങ്ങളും എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക. അങ്ങനെ ഉപേക്ഷിക്കുന്ന പ്രക്രിയയെയാണ് എന്ത് പറയുക? റീസോഷ്യലൈസേഷൻ. പുതിയ പെരുമാറ്റ രീതികളും വേഷങ്ങളും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പഴയ പെരുമാറ്റ രീതികളും വേഷങ്ങളും ഉപേക്ഷിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? റീസോഷ്യലൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ റീസോഷ്യലൈസേഷൻ occurs when there is a major transformation in the social role of a person. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ സാമൂഹിക വേഷത്തിൽ വലിയ പരിവർത്തനം സംഭവിക്കുമ്പോഴാണ് പുനഃസാമൂഹ്യവൽക്കരണം സംഭവിക്കുന്നത്. ഒരു വ്യക്തിയുടെ സോഷ്യൽ റോളിൽ സാമൂഹിക വേഷത്തിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ പരിവർത്തനം സംഭവിക്കുമ്പോഴാണ് എന്ത് നടത്തപ്പെടുന്നത്? റീസോഷ്യലൈസേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ റീസോഷ്യലൈസേഷൻ occurs when there is a major transformation in the social role of a person. ഒരു വ്യക്തിയുടെ സാമൂഹിക വേഷത്തിൽ വലിയ പരിവർത്തനം സംഭവിക്കുമ്പോഴാണ് ഏത് നടത്തപ്പെടുന്നത്? റീസോഷ്യലൈസേഷൻ നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ it occurs throughout life wherein individual experience radical breakthrough from their past experience and learn new manners and values which are slightly different from that they had learned previously. Sociologist Erving Goffman analyzed resocialization in mental afflame. അതുകൊണ്ട് തന്നെ പിന്നെന്താ അവിടെ പറയുന്നത്? പുനർസാമൂഹ്യവൽക്കരണം സംഭവിക്കുന്നത് ജീവിതത്തിലുടനീളം വ്യക്തികൾ അവരുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് സമൂലമായ മുന്നേറ്റങ്ങൾ അനുഭവിക്കുകയും മുമ്പ് പഠിച്ചതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പുതിയ പെരുമാറ്റ രീതികളും മൂല്യങ്ങളും പഠിക്കുകയും ചെയ്യുന്നിടത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി പഴയതിനെ ഉപേക്ഷിച്ച് പുതിയ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ്ഡ് ആവുക, മുൻകാല കാര്യങ്ങളിൽ നിന്നും പുതിയ മൂല്യങ്ങൾ പഠിക്കുകയും അതിലൂടെ ആ വ്യക്തി പെരുമാറാൻ ശ്രമിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? റീസോഷ്യലൈസേഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ ശാസ്ത്രജ്ഞനായ എർവിങ് ഗോഫ്മാൻ മാനസികാലയത്തിലെ പുനഃസാമൂഹ്യവൽക്കരണം വിശകലനം ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഏതിനെ വിശകലനം ചെയ്തു എന്നാ പറയുന്നത്? റീസോഷ്യലൈസേഷനെ വിശകലനം ചെയ്തു. അപ്പോൾ മാത്രമല്ല നമുക്കറിയാം റീസോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. പഴയ പെരുമാറ്റ രീതികളും വേഷങ്ങളും ഒഴിവാക്കി പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ പെരുമാറ്റ രീതികളും വേഷങ്ങളും നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത്തരം മൂല്യങ്ങൾ നമ്മൾ പെരുമാറ്റത്തിൽ പകർത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? റീസോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് അഡൽറ്റ് സോഷ്യലൈസേഷൻ, മുതിർന്നവരുടെ സാമൂഹ്യവൽക്കരണം. അഡൽറ്റ് സോഷ്യലൈസേഷൻ അഥവാ മുതിർന്നവരുടെ സാമൂഹ്യവൽക്കരണം. അഡൽറ്റ് സോഷ്യലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ adulthood when individuals adapt to new roles such as that of a husband, a wife or an employee. അതായത് അഡൽറ്റ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭർത്താവ്, ഭാര്യ അല്ലെങ്കിൽ ജീവനക്കാരൻ എന്നിങ്ങനെയുള്ള മുതിർന്ന ആളുകളുടെ റോളുകളുമായി വ്യക്തികൾ പൊരുത്തപ്പെടുമ്പോൾ അതിനെ അറിയപ്പെടുന്ന പേരാണ് അഡൽറ്റ് സോഷ്യലൈസേഷൻ.
Adult socialization takes place in adulthood when individual adapt to new role. പുതിയ റോളുകളുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക. ആരൊക്കെ? ഹസ്ബൻഡ്, വൈഫ് ഓർ എംപ്ലോയി, ഭാര്യ, ഭർത്താവ്, ജീവനക്കാർ തുടങ്ങിയവരുമായിട്ടുള്ള എന്നിങ്ങനെ പുതിയ റോളുകളുമായി വ്യക്തികൾ അഡാപ്റ്റ് ചെയ്യുന്നതിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? അഡൽട്ട് സോഷ്യലൈസേഷൻ, മുതിർന്നവരുടെ സാമൂഹ്യവൽക്കരണ പ്രക്രിയ എന്ന് അറിയപ്പെടുന്നത്. ആൻഡ് ദെൻ ദിസ് ഈസ് റിലേറ്റഡ് ടു ദെയർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. ഇത് അവരുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു നീഡ്സ് ആൻഡ് വാണ്ട്. നീഡ്സ് പറഞ്ഞാൽ എന്താണ്? ആവശ്യങ്ങൾ. വാണ്ട് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹങ്ങൾ. അപ്പൊ നീഡ്സുമായിട്ടും വാണ്ട്സുമായിട്ടും, നീഡ്സ് പറഞ്ഞാൽ എന്താ? ആവശ്യങ്ങളുമായിട്ടും, വാണ്ട്സ് പറഞ്ഞാൽ എന്താണ്? നീഡ്സ് പറഞ്ഞാൽ എന്താണ്? നീഡ്സ് പറഞ്ഞാൽ നമ്മളുടെ ആവശ്യങ്ങൾ, വാണ്ട് പറഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ. അപ്പോൾ വാണ്ടുമായിട്ടും നീഡ്സുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു, ആവശ്യങ്ങളുമായും ആഗ്രഹങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ജീവിതത്തിലുടനീളം ആളുകൾ മൂല്യങ്ങളും പെരുമാറ്റ രീതികളും പഠിക്കുന്നത് തുടരുന്നു. പീപ്പിൾ കണ്ടിന്യൂ ടു ലേൺ വാല്യൂ ആൻഡ് ബിഹേവിയർ പാറ്റേൺ ത്രൂ ഔട്ട് ലൈഫ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും എന്ത് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്? മൂല്യങ്ങളും ബിഹേവിയറും. നമ്മൾ മരിക്കുന്നത് വരെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി എപ്പോഴും പല മൂല്യങ്ങളും സ്വഭാവവും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് മനുഷ്യ ജീവിതം തുടരുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്? വാല്യൂസും ബിഹേവിയറും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോഷ്യലൈസേഷൻ ഡസ് നോട്ട് ഹാവ് എനി ഫിക്സഡ് ടൈം പീരിയഡ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യവൽക്കരണത്തിന് ഒരു നിശ്ചിത സമയപരിധിയില്ല. സോഷ്യലൈസേഷൻ ഡസ് നോട്ട് ഹാവ് എനി ഫിക്സഡ് ടൈം പീരിയഡ്. സാമൂഹ്യവൽക്കരണ പ്രക്രിയയ്ക്ക് ഒരു നിശ്ചിത സമയപരിധിയില്ല. ഇറ്റ് ബിഗിൻസ് അറ്റ് ബർത്ത് ആൻഡ് കണ്ടിന്യൂസ് ടു ടിൽ ഓൾഡ് ഏജ്. അത് ജനനം മുതൽ മരണം വരെ സാമൂഹ്യവൽക്കരണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സാമൂഹ്യവൽക്കരണത്തിന് ഒരു നിശ്ചിത സമയപരിധിയില്ല. അത് നമ്മുടെ ജനനം തൊട്ട് വാർദ്ധക്യം വരെ തുടർന്നുകൊണ്ടിരിക്കുന്നു. In traditional society, the older people had a significant influence in important matter related to the family. അതുകൊണ്ട് പരമ്പരാഗത സമൂഹങ്ങളിൽ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പ്രായമായവർക്ക് കാര്യമായ സ്വാധീനമുണ്ടായിരുന്നു. ഒരു ട്രഡീഷണൽ സമൂഹത്തിൽ എപ്പോഴും കുടുംബങ്ങളിൽ കാര്യമായ സ്വാധീനം പുലർത്തിയിരുന്നവർ പ്രായമായവരായിരുന്നു. നമുക്കറിയാം, നമ്മുടെ അച്ഛൻ്റെ അച്ഛനോ അമ്മേൻ്റെ അച്ഛനോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ട്രഡീഷണൽ കാലഘട്ടത്തിൽ പ്രായമായവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? പ്രായമായവർക്ക് ഇവിടെ കാര്യമായ സ്വാധീനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രായത്തിനനുസരിച്ച് പ്രായപൂർത്തിയായ പുരുഷന്മാരും സ്ത്രീകളും അവരുടെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇതിനെയാണ് അഡൽട്ട് സോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രായപൂർത്തിയായവരുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ സാമൂഹ്യവൽക്കരണം. അപ്പോൾ കുട്ടികളെ, ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6 പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞു. ടീച്ചർ പോയിന്റ്സ് എഴുതിയിട്ടിട്ടുള്ളൂ. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ എഴുതിയിട്ടിട്ടില്ല. കാരണം നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ട് ഏകദേശം നിങ്ങൾക്കൊരു ധാരണയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും നന്നായി കേട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ നിങ്ങൾ നോക്കി മാർക്ക് ചെയ്ത് ക്ലാസ് നന്നായി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ലൈവ് ക്ലാസ്സിൽ വെക്കുമ്പോൾ ഡിസ്കഷൻ നടത്താം കേട്ടോ. ഇനി അടുത്ത് എടുക്കാനുള്ളത് വേറൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, തിയറീസ് ഓഫ് സോഷ്യലൈസേഷൻ. അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ കുട്ടികളെ, അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് തിയറീസ് ഓഫ് സോഷ്യലൈസേഷൻ. സാമൂഹ്യവൽക്കരണത്തിൻ്റെ തിയറീസുകൾ ഏതൊക്കെയെന്നാണ് നമ്മളിനി വിശകലനം ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും 3 തിയറിയാണുള്ളത്. മെഡ് ആൻഡ് ദിസ് തിയറി ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെൽഫ്, കുലെ ആൻഡ് ഈസ് കൺസെപ്റ്റ് ഓഫ് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ്, ഫ്രൂഡ് ആൻഡ് സൈക്കോ അനലിറ്റിക് തിയറി. ഇങ്ങനെ 3 തിയറിയാണ് തിയറീസ് ഓഫ് സോഷ്യലൈസേഷനിലുള്ളത്. അതിൽ നമുക്ക് ഫസ്റ്റ് പോയിന്റ് പഠിക്കാം.
മെഡ് ആൻഡ് ഹീസ് തിയറി ഓഫ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ്. എന്താണ് ഈ ഒരു തിയറിയിലൂടെ വിശകലനം ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. നോക്കൂ, മെഡ് ആൻഡ് തിയറീസ് ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ്. അതായത് മെഡും അദ്ദേഹത്തിന്റെ സ്വയം വികസന സിദ്ധാന്തവും. മെഡ് എന്ന് പറയുന്നത് ഒരു സോഷ്യോളജിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ മെഡും അദ്ദേഹത്തിന്റെ സ്വയം വികസന സിദ്ധാന്തവും. മെഡ് ആൻഡ് ദീസ് തിയറീസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ്. മെഡും അദ്ദേഹത്തിന്റെ സ്വയം വികസന സിദ്ധാന്തവും. എന്താണ് ഈ തിയറിയിലൂടെ പറയുന്നത് നോക്കൂ. അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ജോർജ് ഹെർബർട്ട് മെഡ് 1972. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താ? മെഡ് അത് ലാസ്റ്റ് വരുന്ന പേരാ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ജോർജ് ഹെർബർട്ട് മെഡ് എന്നാണ് കേട്ടോ. അപ്പൊ ജോർജ് ഹെർബർട്ട് മെഡ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അദ്ദേഹം ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. 1972 അദ്ദേഹം ഈ ഒരു തിയറിക്ക് രൂപം കൊടുത്തത്. അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ജോർജ് ഹെർബർട്ട് മെഡ്, യങ് ചിൽഡ്രൻ begin to develop a social being by imitating the action of those near them. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? മെഡിന്റെ അഭിപ്രായത്തില് എന്താണ് അദ്ദേഹം പറയുന്നത്? ജോർജ് മെഡ് അദ്ദേഹം വ്യക്തമാക്കുന്നു, കുട്ടികൾ സാമൂഹിക ജീവികളായി വികസിക്കാൻ തുടങ്ങുന്നത് അടുത്തുള്ളവരുടെ പ്രവർത്തികളെ അനുസരിക്കുന്നതിലൂടെയാണ്. ഒരു കുട്ടിയുടെ സാമൂഹിക സോഷ്യലൈസേഷൻ അഥവാ കുട്ടികളുടെ സാമൂഹിക ജീവികളായി വികസിക്കാൻ തുടങ്ങുന്നത് അടുത്തുള്ളവരുടെ പ്രവർത്തികളെ അനുകരിക്കുന്നതിലൂടെയാണ്. യങ് ചിൽഡ്രൻ ബിഗെയിൻ ടു ഡെവലപ്പ് ആസ് സോഷ്യൽ ബീയിങ്സ് ബൈ ഇമിറ്റേറ്റ് ചെയ്യാൻ എന്താ? അനുകരിക്കുക. ഇൻ ദ ആക്ഷൻ ഓഫ് ദോസ് നിയർ ദം. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? കുട്ടികൾ സാമൂഹിക ജീവികളായി അല്ലെങ്കിൽ സോഷ്യൽ ബീയിങ്സ് ആയി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നത് അടുത്തുള്ളവരുടെ പ്രവർത്തികളെ അനുകരിക്കുന്നതിലൂടെയാണ്. ഒരു കുട്ടികള് സാമൂഹിക ജീവികളായിട്ട് വികസിക്കാൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത് അടുത്തുള്ളവരുടെ പ്രവർത്തികളെ എന്ത് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാ? അനുകരിക്കാൻ, ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പിന്നെന്താണ് അവിടെ പറയുന്നത്? ബൈ ഡൂയിങ് സോ ദ ചൈൽഡ് ഈസ് ഏബിൾ ടു ഡെവലപ്പ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ ആക്ഷൻ ഓഫ് ദ പേഴ്സൺ വിത്ത് ഹൂം ഹി ഈസ് ഇന്ററാക്ടിങ് പ്ലേ. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? താൻ ഇടപഴകുന്ന വ്യക്തിയുടെ പ്രവൃത്തി മനസ്സിലാക്കാനുള്ള കഴിവ് കുട്ടിക്ക് വികസിപ്പിക്കാൻ കഴിയും. അതായത് ഒരു കുട്ടി പ്രവർത്തികൾ അനുകരിക്കാൻ തുടങ്ങുന്നത് അടുത്തുള്ള വ്യക്തികളിലൂടെയാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല, താൻ ഇടപഴകുന്ന വ്യക്തിയുടെ പ്രവൃത്തി മനസ്സിലാക്കാനുള്ള കഴിവ് കുട്ടിക്ക് വികസിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അടുത്തുള്ളവര്, തൻ്റെ അരികിലുള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുന്നു, അതുപോലെ തന്നെയാണ് ആ കുട്ടിയും പ്രവർത്തിക്കുക. ഓരോ വീട്ടിലുള്ള കുട്ടികൾക്കും ഡിഫറൻറ്റ് ക്യാരക്ടർ ആയിരിക്കും. അതെന്താണ്? അവർ വളർന്നു വരുന്ന രീതിയാണത്. ആ രീതി മറ്റുള്ള തൻ്റെ ഒപ്പമുള്ളവർ എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് ആ കുട്ടിയും അനുകരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ മുതിർന്നവരെ കാണുമ്പോൾ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി എണീറ്റ് നിൽക്കുക. അത് ആ കുട്ടി പഠിക്കണമെങ്കിൽ നമ്മളെ വീട്ടിൽ അത് ചെയ്യണം. നമ്മളെ വീട്ടിൽ നമ്മളത് ചെയ്യുമ്പോഴേ നമ്മൾ എവിടെ ചെന്നാലും അത് ചെയ്യുള്ളൂ. അതാണ്. അപ്പം അത്തരത്തിലുള്ള ഏതൊരു പ്രവൃത്തി ഒരു കുട്ടിയിൽ ഉണ്ടാവണമെങ്കിൽ അത് എവിടുന്ന് തുടങ്ങണം എന്നാണ് പറയുന്നത്. അവൻ മറ്റുള്ളവരെ, നമ്മുടെ കുടുംബത്തിലുള്ളവർ ആരാണ്, അച്ഛനായാലും അമ്മയാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ആരാണെങ്കിലും അവരെ കണ്ടിട്ടാണ് ആ കുട്ടി ഓരോ സ്വഭാവവും പഠിക്കുന്നത് എന്നാണ് ഇവിടെ മെഡ് പറയുന്നത്, ജോർജ് ഹെർബർട്ട് മെഡ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറയുന്നു? ഇടപഴകുന്ന വ്യക്തിയുടെ പ്രവൃത്തി മനസ്സിലാക്കാനുള്ള കഴിവ് കുട്ടിക്ക് വികസിപ്പിക്കാൻ കഴിയും. മാത്രമല്ല, കളി എന്നത് കുട്ടികൾ പലപ്പോഴും മുതിർന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ അനുകരിക്കുന്ന ഒരു മാർഗമാണ്.
എന്ത് കളി, ഒരു കുട്ടി ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ആദ്യം പന്ത് കണ്ട അത് എന്താ ചെയ്യാന്നറിയില്ല. അത് നമ്മൾ കളിക്കണ പോലെ കാണിച്ചു കൊടുക്കുക ആദ്യം, അല്ലേ? അങ്ങനെ ഒരു പന്ത് തട്ടാൻ അമ്മയാണെങ്കിലും ചേച്ചിമാരോ അല്ലെങ്കിൽ അച്ഛൻ ആരാണെങ്കിലും ആ പന്ത് തട്ടാൻ കാണിച്ചു കൊടുക്കുമ്പോഴാണ് കുട്ടിക്ക് മനസ്സിലാവുക അത് തട്ടി കളിക്കുന്ന ഒരു ടോയ്സ് ആണ് എന്ന് കുട്ടിക്ക് മനസ്സിലാവുക. അപ്പോൾ എന്ത് കളിയും കുട്ടി പഠിക്കുന്നത് എവിടെ നിന്നാണ്? അനുകരണത്തിൽ നിന്നാണ്. അതുകൊണ്ട് അതാണ് ടീച്ചർ ഇവിടെ പ്ലേ എന്ന് എഴുതിയിട്ട് ഷോർട്ടാക്കി ഇവിടെ. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി പ്ലേ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന്. ആരാണോ അനുകരിക്കാൻ ശ്രമിക്കുന്നത് അവരിലൂടെയാണ് ആ കുട്ടി പ്ലേ പഠിക്കുക. ഇനി അടുത്തത് നമ്മൾ എന്താ പറയുന്നത്? ശ്രദ്ധിച്ചോളൂ. വിച്ച് ചിൽഡ്രൻ often imitate what adults do. They play stage beings around their ear during which the child begins to adopt different roles of adult in his life. But refers to these others are significant others. അതുകൊണ്ട് എന്താണ് പറയുന്നത്? ഈ സമയത്ത് കുട്ടികൾ അവരിൽ മുതിർന്നവരുടെ വ്യത്യസ്ത വേഷങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങുന്നു. ക്രമേണ ലളിതമായി അത് വികസിക്കുകയും അതുകൊണ്ട് മെഡ് ഈ രീതിയെ മറ്റുള്ളവരെ എന്ന് വിളിക്കുന്നു. സിഗ്നിഫിക്കന്റ് അതേഴ്സ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് മെഡ് ഈ ഒരു രീതിയെ സിഗ്നിഫിക്കന്റ് അതേഴ്സ് എന്ന് പറയാനുള്ള കാരണം? കുട്ടി മറ്റുള്ളവരുടെ രീതികളാണ് പഠിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് കുട്ടി ആ ഒരു കളി അത്തരം രീതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം? സിഗ്നിഫിക്കന്റ് അതേഴ്സ് എന്ന് പറയാനുള്ള കാരണം. ചിൽഡ്രൻസ് പ്ലേ ഗ്രാജുവലി ഡെവലപ്പ് ഫ്രം സിമ്പിൾ ഇമിറ്റേഷൻ to difficult game where a child of 4 or 5 years old will enact the role of an adult. പിന്നെന്താ പറയുന്നത്? 4-5 വയസ്സുള്ള അനുകരണത്തിൽ നിന്ന് ഒരു കുട്ടി തൻ്റെ ജീവിതം നയിക്കുന്ന ബുദ്ധിമുട്ടുള്ള ഗെയിമുകളിലേക്ക് എന്ത് ചെയ്യും? കുട്ടികളുടെ കളിയിൽ മുതിർന്നയാളുടെ വേഷം അവതരിപ്പിക്കും. അപ്പോൾ 4-5 വയസ്സിൽ തന്നെ കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്? മുതിർന്ന ആളുകളെ പോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന്, ഫോർ എക്സാമ്പിൾ, children are often found imitating classroom situation where one becomes the teacher, the others become steady, they enact classroom teaching section. Most children locally refers to this play as teacher. ഇവിടെ ഉദാഹരണം പറയാണ്. കുട്ടികൾ പലപ്പോഴും ക്ലാസ് റൂമിലുള്ള സാഹചര്യം അനുകരിക്കുന്നതായി കാണപ്പെടുന്നു. കാരണം കുട്ടികളെ ഒരു 4-5 വയസ്സായ കുട്ടി സ്കൂളിലെത്തും. അപ്പോൾ അവിടെ ടീച്ചറേനെയാണ് കുട്ടി കാണുന്നത്. അപ്പോൾ വീണ്ടും ആ കുട്ടി എന്തായിട്ട് അനുകരിക്കാൻ ശ്രമിക്കും? ടീച്ചർമാരെ പോലെ ടീച്ചറും കുട്ടിയും കളിയൊക്കെ കളിക്കും, അല്ലേ? അനുകരിക്കാൻ കാണപ്പെടുന്നു. ഇവിടെ ഒരാൾ അധ്യാപകനായും മറ്റുള്ളവർ വിദ്യാർത്ഥികളായും അവർ ക്ലാസ് റൂമിലെ അധ്യാപക വേഷങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കുട്ടികളുടെ ഈ ഒരു ഡ്രാമയെ നമുക്ക് എന്ത് വിളിക്കാം? ടീച്ചർ എന്ന് വിളിക്കാം. ഇവിടെ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ മെഡ്. ഒരു കുട്ടി എപ്പോഴും അനുകരണശീലങ്ങളിലൂടെയാണ് ആ കുട്ടിയുടെ വളർച്ച. കളിക്കുകയാണെങ്കിലും കളിക്കുമ്പോഴും ഏത് കളിയും കുട്ടി തുടങ്ങുന്നത് എവിടെ നിന്ന്? അനുകരണത്തിലൂടെയാണ്. അതേപോലെ പിന്നെ കുട്ടി 4-5 വയസ്സാകുമ്പോൾ ആ കുട്ടിയെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ കുട്ടി ടീച്ചറായിട്ടും കുട്ടിയായിട്ടൊക്കെ കളിക്കാറുണ്ട്. അപ്പം അത്തരത്തിലൊക്കെ ഉള്ള രീതി കുട്ടി ഏതിൽ നിന്നാണ് തുടങ്ങുന്നത്? ഇമിറ്റേഷനിലൂടെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് അതിനെ ആ മെഡ് എന്താ വിളിക്കുന്നത്? ടീച്ചർ എന്ന് വിളിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ടേക്കിംഗ് ദ റോൾ ഓഫ് ദ അതർ എന്ന് പറയുന്നുണ്ട്. എന്താണ് ടേക്കിംഗ് ദ റോൾ ഓഫ് ദ അതർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെഡ് ഈ അനുകരണ പ്രവൃത്തിയെ മറ്റൊരാളുടെ പങ്ക് ഏറ്റെടുക്കൽ എന്ന് വിളിക്കുന്നു. ടേക്കിംഗ് ദ റോൾ ഓഫ് ദ അതർ. ടേക്കിംഗ് ദ റോൾ ഓഫ് ദ അതർ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരാളുടെ പങ്ക് ഏറ്റെടുക്കൽ. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത്, ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കുട്ടി എന്ന് പറയുന്നത്, ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ഏറ്റെടുക്കുന്ന ഇതായിരിക്കും? ടേക്കിംഗ് ദ റോൾ ഓഫ് ദ അതർ. മറ്റൊരാളുടെ പങ്ക് ഏറ്റെടുക്കുന്നവരായിരിക്കും ആര്? ഒരു കുട്ടി. മെഡ് അതുകൊണ്ട് പറയാണ് അനുകരണ പ്രവൃത്തിയെ മെഡ് എന്താ വിളിക്കുന്നത്?
ഇമിറ്റേഷൻ ആഫ് ടേക്കിംഗ് ദ റോൾ ഓഫ് ദ അതർ. ഇമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരാളുടെ പങ്ക് ഏറ്റെടുക്കലാണ്. This stage being a complex one is known as game stage. ഈ കാലഘട്ടത്തെ നമ്മൾ എന്ത് വിളിക്കാം? ഗെയിം സ്റ്റേജ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ കുട്ടി മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ആ കാലഘട്ടത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗെയിം സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു കുട്ടി മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആ പീരിയഡിനെ അറിയപ്പെടുന്ന പേരാണ് ഗെയിം സ്റ്റേജ്. Then children being to understand themselves as me by looking at themselves through other people's view and opinion about them. അതേപോലെ തന്നെ അവിടെ കുട്ടികൾ പക്വത പ്രാപിക്കുകയും സ്വയം മറ്റുള്ളവരെ കുറിച്ചുള്ളൊരു ബോധം വികസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളിലൂടെയും അഭിപ്രായത്തിലൂടെയും സ്വയം നോക്കുന്നതിലൂടെ കുട്ടികൾ സ്വയം ഞാനായി മനസ്സിലാക്കാൻ തുടങ്ങുന്നു. എന്താ ഇവിടെ പറയുന്നത്? ദ റെസ്പോൺസ് ദ മീ. ആദ്യം ചിൽഡ്രൻ ബീയിങ് ടു അണ്ടർസ്റ്റാൻഡ് ദംസെൽവ്സ് ആസ് മീ ബൈ ലുക്കിംഗ് അറ്റ് ദംസെൽവ്സ് ത്രൂ അതർ പീപ്പിൾ വ്യൂ ആൻഡ് ഒപ്പീനിയൻ അബൌട്ട് ദം. മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ളൊരു ബോധം വികസിക്കാൻ തുടങ്ങുന്നത് വഴി മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളിലൂടെയും അഭിപ്രായങ്ങളിലൂടെയും സ്വയം നോക്കുന്നതിലൂടെ കുട്ടികൾ എന്തായി മാറുന്നു? ഞാനായി തുടങ്ങുന്നു. അതുകൊണ്ട് ദ മീ ഈസ് ദ സോഷ്യൽ സെൽഫ് വൈൽ ദ ഐ. ഞാൻ എന്നത് സാമൂഹിക സത്യമാണ്, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സത്യമാണ് എന്ത്? ഞാൻ. അതുകൊണ്ട് എനിക്കുള്ള പ്രതികരണമാണ്. ലളിതമായി പറഞ്ഞാൽ ഞാൻ എന്നത് മറ്റുള്ളവരുടെ പ്രവർത്തികളോടുള്ള കുട്ടിയുടെ പ്രതികരണത്തെ ഉൾക്കൊള്ളുന്നു. അപ്പൊ ഞാൻ എന്ന് ഇപ്പൊ കുട്ടി വലുതായി തുടങ്ങുന്തോറും കുട്ടി ഞാൻ എന്ന് പറയാൻ തുടങ്ങും. അവിടെ ഞാൻ എന്ന് പറയുന്നത് ആ കുട്ടി അനുകരണങ്ങൾ ശീലിച്ച് ആ കുട്ടിയുടെ ആ ഓരോ അനുകരണവും ശീലിച്ച് വന്ന് ആ കുട്ടിയിൽ നിന്നും മാറി വലുതാവാൻ തുടങ്ങുമ്പോഴാണ് ഏത് പദം ഉപയോഗിക്കുക? ഞാൻ എന്ന ഐ അഥവാ മീ എന്ന പദങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അടുത്ത പാരഗ്രാഫിൽ മെഡ് എന്താ പറയുന്നത് നോക്കൂ. അനദർ സ്റ്റേജ് ജനറലൈസ്ഡ് അതർ ആൻഡ് സിഗ്നിഫിക്കന്റ് അതർ എന്നാ പറയുന്നത്. അനദർ സ്റ്റേജ് ഓഫ് സെൽഫ് ഡെവലപ്മെന്റ് ഒക്കേഴ്സ് അറൌണ്ട് ദ ഏജ് ഓഫ് 8 or 9. At this stage, children are able to function as members of a group and also understand their role as a member of that group. Med introduced the concept of generalized other, significant other. എന്താ ജനറലൈസ്ഡ് അതർ, സിഗ്നിഫിക്കന്റ് അതർ എന്ന് പറയാനുള്ള കാരണം? മെഡ് 8 or 9 വയസ്സുള്ളപ്പോൾ സ്വയം വികാസത്തിന്റെ മറ്റൊരു ഘട്ടം സംഭവിക്കുകയും ഈ ഘട്ടത്തിൽ കുട്ടികൾക്ക് ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളായി പ്രവർത്തിക്കാനും ആ ഗ്രൂപ്പിലെ അംഗമെന്ന നിലയിൽ അവരുടെ പങ്ക് മനസ്സിലാക്കാനും കഴിയും. അങ്ങനെ മിഡ് പറയുന്നു, സാമാന്യവൽക്കരിച്ച മറ്റൊരാൾ, പ്രധാനമായ മറ്റൊരാൾ എന്ന ആശയങ്ങൾ അവതരിപ്പിക്കുന്നു. ജനറലൈസ്ഡ് അതർ, സാമാന്യവൽക്കരിച്ച മറ്റൊരാൾ, പിന്നെ സിഗ്നിഫിക്കന്റ് അതർ, പ്രധാനമായ മറ്റൊരാൾ എന്നീ ആശയങ്ങളിലേക്ക് കുട്ടികൾ എത്തുന്ന അവസ്ഥയാണ് ഏത് അവസ്ഥ? ഈ ഒരു അവസ്ഥ. അപ്പോൾ 8 or 9 വയസ്സാകുമ്പോഴേക്കും ആ കുട്ടി സ്വയം വികാസം സംഭവിക്കുകയും സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറയും, സ്വയം വികാസം. അങ്ങനെ സ്വയം വികാസം സംഭവിക്കുന്നതിലൂടെ അവൻ എങ്ങനെയുള്ള ഒരു വ്യക്തിയായി തീരുന്നു? സാമാന്യവൽക്കരിച്ച മറ്റൊരാൾ അഥവാ പ്രധാനമായ മറ്റൊരാൾ എന്ന ലെവലിലേക്ക് ആ കുട്ടി എത്തുന്നു. ജനറലൈസ്ഡ് അതർ അഥവാ സിഗ്നിഫിക്കന്റ് അതർ എന്നൊരു ലെവലിലേക്ക് ആ കുട്ടി എത്തുന്നു. ഇതാണ് മെഡിന്റെ അഭിപ്രായത്തിലുള്ള ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് എന്ന് പറയുന്നത്, സ്വയം വികാസം എന്നതുകൊണ്ട് മെഡ്. അപ്പോൾ ഓരോ കുട്ടിയും വളരുന്നത് എന്തിലൂടെയാണ്? ഇമിറ്റേഷനിലൂടെയാണ്. അങ്ങനെ ഇമിറ്റേഷൻ മറ്റുള്ളവരെ അനുകരിച്ച് വളർന്ന് അവൻ എന്തായി മാറുന്നു? അവൻ ഒരു സാമാന്യവൽക്കരിച്ച വ്യക്തിയോ അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള മറ്റൊരാളോ ആയി മാറുന്നു എന്നാണ് ആരിവിടെ വ്യക്തമാക്കി തരുന്നത്? മെഡ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ആവശ്യമായി വരുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് കൂലിയെ ആൻഡ് ഈഫ് കൺസെപ്റ്റ് ഓഫ് ലുക്കിംഗ് ഗ്ലാസ് സെൽഫും അതേപോലെ തന്നെ ഫ്ലൂയിഡ് ആൻഡ് സൈക്കോ അനലിറ്റിക് തിയറിയും. ഈ 2 തിയറിയും കൂടിയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ കുട്ടികളെ നമ്മൾ
തിയറീസ് ഓഫ് സോഷ്യലൈസേഷനിൽ സെക്കൻഡ് പോയിന്റിലേക്കാണ് കിടക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ എടുത്തു, മെഡ് ആൻഡ് ഈസ് തിയറി ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. മെഡിന്റെ സ്വയം വികസന സിദ്ധാന്തത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് തിയറീസ് ഓഫ് സോഷ്യലൈസേഷനിലെ സെക്കൻഡ് പോയിന്റ് ആയിട്ടുള്ള കുലെ ആൻഡ് കൺസെപ്റ്റ് ഓഫ് ദ ലുക്കിംഗ് ഗ്ലാസ് സെൽഫാണ്. അതായത് ചാൾസ് ഹെർട്ടൺ കുലെ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. അമേരിക്കയിലെ സാമൂഹ്യവൽക്കരണ പ്രക്രിയ ആരംഭിച്ച ഒരു സോഷ്യോളജിസ്റ്റാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് ചാൾസ് ഹെർട്ടൺ കുലെ, 1922. അമേരിക്കൻ സോഷ്യോളജിസ്റ്റ്. ഈസ് ബെസ്റ്റ് നോൺ ഫോർ ദ കൺസെപ്റ്റ് ഓഫ് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ്. അതായത് 1922 അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞനായിട്ടുള്ള ചാൾസ് ഹെർട്ടൺ കുലെ ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന തിയറി വികസിപ്പിച്ചത്. ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 1922 അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് ഹെർട്ടൺ കുലെയാണ്. ഇദ്ദേഹം എന്താണ് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന ഈ ഒരു തിയറിയിലൂടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. Children develop a concept of their selves with the help of others, others around them. അദ്ദേഹം പറയാണ്, എന്താ അദ്ദേഹം പറയുന്നത്? കുട്ടികൾ അവരുടെ ചുറ്റുമുള്ള മറ്റുള്ളവരുടെ സഹായത്തോടെ സ്വയം എന്ന ആശയം വികസിപ്പിക്കുന്നു. Children develop a concept of their selves with the help of others around them. കുട്ടികളെ അവരുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടെ സെൽഫ് എന്ന ആശയം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു. സ്വയം എന്ന ആശയം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് കുട്ടികളെ ഏത് ആശയം ഡെവലപ്പ് ചെയ്യുന്നത്? സ്വയം എന്ന ആശയം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. He forms an idea about oneself based on the opinion of others about him. മാത്രല്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അടിസ്ഥാനമാക്കി അവൻ സ്വയം ഒരു ആശയം രൂപപ്പെടുത്തുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? അവൻ അല്ലെങ്കിൽ അവൾ സ്വയം ഒരു ആശയം രൂപപ്പെടുത്താൻ അല്ലെങ്കിൽ സ്വയം എന്ന ആശയം വികസിപ്പിക്കുന്നു. കുട്ടികൾ അവരുടെ ചുറ്റുപാടുമുള്ള മറ്റുള്ളവരുടെ സഹായത്തോടെ സ്വയം എന്ന ആശയം വികസിപ്പിക്കുന്നു. കൂടാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അടിസ്ഥാനമാക്കി he forms an idea about oneself based on the opinion of others about him എന്നാ പറയുന്നത്. അതായത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അടിസ്ഥാനമാക്കി അവൻ അല്ലെങ്കിൽ അവൾ സ്വയം ഒരു ആശയം രൂപപ്പെടുത്തുന്നു. The kind of social self that develop out of an imagination of how one appears to the other person and the kind of feeling about oneself can be referred to as looking glass self or reflected self. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരാൾ മറ്റൊരാൾക്ക് എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്നതിൻ്റെ ഭാവനയിൽ നിന്നും സ്വയം സംബന്ധിച്ചിട്ടുള്ള വികാരത്തിൽ നിന്നും വികസിക്കുന്ന തരത്തിലുള്ള സാമൂഹിക സത്യത്തെ ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് അല്ലെങ്കിൽ സ്വയം പ്രതിഫലിക്കുക എന്ന് വിളിക്കാം. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരാൾ മറ്റൊരാൾക്ക് എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു, മറ്റൊരാൾ എങ്ങനെ മനസ്സിലാക്കുന്നു, ഒരാൾ മറ്റൊരാൾക്ക് എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്ന ഭാവനയിൽ നിന്നും സ്വയം സംബന്ധിച്ചുള്ള വികാരത്തിൽ നിന്നും വികസിക്കുന്ന തരത്തിലുള്ള സാമൂഹിക സ്വത്വത്തെ നമുക്ക് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് അല്ലെങ്കിൽ സ്വയം പ്രതിഫലിപ്പിക്കുക, റിഫ്ലക്റ്റഡ് സെൽഫ്, സ്വയം മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ എങ്ങനെ കാണുന്നു, നമ്മളെ എങ്ങനെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റിഫ്ലക്റ്റഡ് സെൽഫ് സ്വയം പ്രതിഫലിപ്പിക്കുക എന്ന് പറയാം.
is a knowledge about ourselves developed in us through the opinion and the reaction others around this. അതേപോലെ നമ്മളെക്കുറിച്ചുള്ള അറിവ് നമ്മിൽ വികസിക്കുന്നതിന് ചുറ്റിപ്പറ്റിയുള്ള മറ്റുള്ളവരുടെ അഭിപ്രായ പ്രതികരണങ്ങളിലൂടെയാണ്. നമ്മളെക്കുറിച്ചിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലൂടെ ആയിരിക്കും നമ്മളെക്കുറിച്ചിട്ടുള്ള അറിവ് വികസിക്കുന്നത്. അപ്പം നമ്മളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വികസിക്കുക എങ്ങനെയായിരിക്കും എന്നാ പറയണേ? മറ്റുള്ളവരിലൂടെ ആയിരിക്കും. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൽഫ് റിഫ്ലക്റ്റഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് നമ്മെക്കുറിച്ചുള്ള അറിവ് നമ്മിൽ വികസിക്കുന്നത് ചുറ്റുപാടുമുള്ള ആളുകളുടെ അഭിപ്രായ പ്രതികരണങ്ങളിലൂടെയാണ് എന്നാണ് പറയുന്നത്. അതാണ് സാമൂഹിക ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോഷ്യൽ ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മറ്റുള്ളവർ നമ്മളെ എങ്ങനെ പറയുന്നു, എങ്ങനെ വിലയിരുത്തുന്നു, അതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് സാമൂഹിക സോഷ്യൽ ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റുള്ളവർ നമ്മളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സോഷ്യൽ ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ദിസ് നോളജ് അബൌട്ട് വൺ സെൽഫ് is first obtained from the parents and later it is reformed by the judgment of others. ആദ്യം മാതാപിതാക്കളിൽ നിന്നും നമ്മളെ കുറിച്ചിട്ടുള്ള ആ വിവരങ്ങൾ നമ്മൾ നേടുകയും അങ്ങനെ മറ്റുള്ളവരുടെ നയങ്ങളിലൂടെയും പരിഷ്കരണങ്ങളിലൂടെയും ഒക്കെയാണ് നമ്മളെ കുറിച്ചിട്ടുള്ള അറിവ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. നമ്മളെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർ പറയണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ഏത് രീതിയിലാണ് എന്നൊക്കെ നമ്മൾ നമ്മളുടെ മാതാപിതാക്കളിൽ നിന്നും മനസ്സിലാക്കിയെടുക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റിൽ നിന്നൊക്കെയാണ് നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതാണ് ആരുടെ അഭിപ്രായത്തിലുള്ള ആശയം? കുലയുടെ കൺസെപ്റ്റ് ഓഫ് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടോപ്പിക്കിൽ എന്താ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫ്രോയിഡ് ആൻഡ് ഈസ് സൈക്കോ അനലിറ്റിക് തിയറി. ഫ്രോയിഡും അദ്ദേഹത്തിന്റെ സൈക്കോ അനാലിസിസ് സിഗ്മണ്ട് ഫ്രൂഡ് ആൻഡ് ഈസ് സൈക്കോ അനാലിറ്റിക് തിയറിയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രൂഡ് എന്നാട്ടോ. അപ്പോൾ മൂന്നാമത്തെ തിയറിയാണ് ഫ്രൂഡിന്റെ സൈക്കോ അനാലിസിസ്. അപ്പോൾ ഇവിടെ ഫ്രൂഡ് ആൻഡ് സൈക്കോ അനാലിറ്റിക് തിയറി, ഫ്രൂഡ് ആൻഡ് സൈക്കോ അനാലിറ്റിക് തിയറി. അനാലിസിസിനെ ഇട്ടിട്ടുള്ളൂ. ഫ്രൂഡിന്റെ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് ഫ്രൂഡിന്റെ തിയറിയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സിഗ്മണ്ട് ഫ്രൂഡ് എന്നാണ്. എന്ന് വരെ 1923 തൊട്ട് 1951 വരെയാണ് ആ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദ ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ആൻഡ് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് സിഗ്മണ്ട് ഫ്രൂഡ് ഇൻ സ്ട്രാറ്റജി എന്ന് തൊട്ട് 1923, ഇൻ സ്ട്രാറ്റജി 1951. ഓസ്ട്രേലിയൻ ന്യൂറോളജിസ്റ്റും മനോവിശേഷണത്തിൻ്റെ അല്ലെങ്കിൽ ഏതിൻ്റെയാണ് പിതാവായിട്ട് അറിയപ്പെടുന്നത്? സൈക്കോ അനാലിസിസിൻ്റെ പിതാവുമായിട്ടാണ് ആരെ അറിയപ്പെടുന്നത്? സിഗ്മണ്ട് ഫ്രൂഡ്. മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ്. ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റുമാണ് ആര്? സിഗ്മണ്ട് ഫ്രൂഡ്. മനഃശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടും അതേപോലെ തന്നെ ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ആയിട്ടുമാണ് ആരെ അറിയപ്പെടുന്നത്? സിഗ്മണ്ട് ഫ്രൂഡിനെ അറിയപ്പെടുന്നത്. ബിലീഫ് സോഷ്യലൈസേഷൻ ഡിമാൻഡ് ദാറ്റ് ഇൻഡിവിജ്വൽസ് മസ്റ്റ് ഡു away with their selfish want for the benefit of the larger society. സമൂഹത്തിൻ്റെ നേട്ടത്തിനായി വ്യക്തികൾ അവരുടെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണമെന്ന് സാമൂഹ്യവൽക്കരണം ആവശ്യപ്പെടുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. സമൂഹത്തിൻ്റെ നേട്ടങ്ങൾക്കു വേണ്ടി വ്യക്തികൾ അവരുടെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ആരഭിപ്രായപ്പെട്ടു? ഈ സിഗ്മണ്ട് ഫ്രൂഡ് അഭിപ്രായപ്പെട്ടു. സമൂഹത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യക്തികൾ അവരുടെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? അദ്ദേഹം ഉപേക്ഷിക്കണമെന്ന് സിഗ്മണ്ട് ഫ്രൂഡ് ആവശ്യപ്പെടുന്നു. ആൻഡ് ദെൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അക്കോർഡിംഗ് ടു ഹിം socialization is a process that
ഡയറക്റ്റ് വൺസ് കാർവിങ്സ് ആൻഡ് ഇൻസ്റ്റൻറ്റ് ഇൻ വിച്ച് ദാറ്റ് ആർ കൾച്ചറലി ആക്സെപ്റ്റഡ് ബൈ ദ സൊസൈറ്റി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സമൂഹം സാംസ്കാരികമായി അംഗീകരിക്കുന്ന രീതിയിൽ ഒരാളുടെ ആഗ്രഹങ്ങളെയും സഹജബോധങ്ങളെയും നയിക്കുന്ന ഒരു പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സമൂഹം എന്ന് പറയുന്നത് എങ്ങനെയാണ്? സാംസ്കാരികമായി അംഗീകരിക്കുന്ന രീതിയിൽ ഒരാളുടെ ആഗ്രഹങ്ങളെയും സഹജമായ ബോധങ്ങളെയും നയിക്കുന്ന ഒരു പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം. വ്യക്തിത്വത്തിൻ്റെ 3 സ്വഭാവങ്ങളായ ഐഡി, ഈഗോ, സൂപ്പർ ഈഗോ എന്നിവയുടെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യക്തിത്വത്തിൻ്റെ 3 ഭാഗങ്ങളായിട്ടുള്ള ഐഡി, ഈഗോ, സൂപ്പർ ഈഗോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മളുടെ ഫ്രോയിഡ് എന്ത് ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത്, വിശകലനം ചെയ്യുന്നുണ്ട്. ദ ഐഡി കൺസിസ്റ്റ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ബേസിക് ഇമ്പൾസസ്. ഐഡി എല്ലാ തരം അടിസ്ഥാന പ്രേരകങ്ങളും ഉൾക്കൊള്ളുന്നു. അപ്പം ഐഡി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ വിധത്തിലുള്ള അടിസ്ഥാന പ്രേരകങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഐഡി. ഈസ് ദ അൺകോൺഷ്യസ്, സെൽഫിഷ്, impulsive and illogical part of the personality that always strives to increase the feeling of pleasure by avoiding pain. അതായത് അപ്പം ഐഡി എന്ന് പറയുന്നത് എന്താണെന്ന് അദ്ദേഹം പറയുന്നത് അടിസ്ഥാന പ്രേരകങ്ങളെ ഉൾക്കൊള്ളുന്നു. മാത്രമല്ല വ്യക്തിത്വത്തിൻ്റെ അബോധാവസ്ഥയിലുള്ള സ്വാർത്ഥമായ, ആവേശഭരിതമായ, യുക്തിരഹിതമായ ഭാഗമാണ് എന്ത്? അവോയ്ഡിങ് പെയിൻ, പെയിനിനെ ഒഴിവാക്കിക്കൊണ്ട്. അപ്പോൾ പെയിനിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വേദനയെ ഒഴിവാക്കുക എന്നതുകൊണ്ട് അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്? വ്യക്തിത്വത്തിൻ്റെ അബോധാവസ്ഥയിലുള്ള സ്വാർത്ഥമായ, ആവേശഭരിതമായ, യുക്തിരഹിതമായ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം എന്തിനെ കണക്കാക്കുന്നത്? പെയിനിനെ ഒഴിവാക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാത്രമല്ല the idea tries to make a person work towards achieving self-desire by not paying any heed to their individual or social rules and standards. മറ്റ് വ്യക്തികളെയോ സാമൂഹിക നിയമങ്ങളെയും മാനദണ്ഡങ്ങളെയും ശ്രദ്ധിക്കാതെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനായി ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കാൻ ഐഡി ശ്രമിക്കുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞ ഈ പദം, ഐഡി എന്ന പദം എന്തിനാണ് ശ്രമിക്കുന്നത്? മറ്റ് വ്യക്തികളെയോ സാമൂഹിക നിയമങ്ങളെയും മാനദണ്ഡങ്ങളെയൊന്നും ശ്രദ്ധിക്കാതെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനായി ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്? ഈ ഐഡി ശ്രമിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് എക്സാമ്പിൾ, എ ചൈൽഡ് ക്രാവിംഗ് ഫോർ എ സെക്കൻഡ് ഹെൽപ്പിംഗ് ഓഫ് ഡെസേർട്ട് സ്ക്രാംഡ് കൺസിസ്റ്റന്റ്ലി അണ്ടിൽ ഷി വാസ് ഗിവൺ അനദർ സെർവിങ്. ഒരു കുട്ടിക്ക് രണ്ടാമതൊരു പലഹാരം കഴിക്കാൻ കൊതിയാകുകയാണെങ്കിൽ അവൻ വീണ്ടും എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? വീണ്ടും ഒരു വിളമ്പൽ ലഭിക്കുന്നത് വരെ നിരന്തരം നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് രണ്ടാമതായിട്ടൊരു ഫുഡ് ആവശ്യം വേണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? വീണ്ടും നമ്മളവിടെ ശബ്ദിക്കുമ്പോൾ മാത്രമാണ് അത് നമുക്ക് കിട്ടുക എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ ഫ്രോയിഡ് പറയുന്നത്. നമ്മളുടെ മനഃശാസ്ത്രപരമായ കാര്യത്തെയാണ് അദ്ദേഹം ഇവിടെ വിലയിരുത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ദ ഈഗോ ഇസ് ദ റെഫറൻസ് ബിറ്റ്വീൻ ഐഡി ആൻഡ് സൂപ്പർ ഈഗോ. ഐഡിയും അതേപോലെ തന്നെ ഈഗോയും ചേർന്നിട്ടുണ്ടാകുന്നതാണ് സൂപ്പർ ഈഗോ. അതായത് ഐഡിയും ഈഗോയും കൂടി ചേരുമ്പോഴാണ് എന്ത് രൂപം കൊള്ളുന്നത് എന്നാ പറയുന്നത്? സൂപ്പർ ഈഗോ എന്ന ഒരു സിറ്റുവേഷൻ രൂപം കൊള്ളുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളെയാണ് ആര് ഫോക്കസ് ചെയ്യുന്നത്? സിഗ്മണ്ട് ഫ്രോയിഡ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ലൈവ് ക്ലാസ് വെക്കുമ്പോൾ ഡിസ്കഷൻ നടത്താം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എക്സാമിനായിട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഒരു ടോപ്പിക്കിൽ ഈ 3 കാര്യങ്ങളാണ് വരുന്നത്. തിയറീസ് ഓഫ് സോഷ്യലൈസേഷനിലെ മഡിൻ്റെ തിയറിയും കുലേൻ്റെ തിയറിയും അതേപോലെ തന്നെ ഫ്രോയിഡ് ആൻഡ് സൈക്കോ അനാലിറ്റിക് തിയറിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ കുട്ടികളെ, അപ്പോൾ നമ്മൾ യൂണിറ്റ് 12 ഇനി നെക്സ്റ്റ് എടുക്കാനുള്ള ടോപ്പിക്കാണ് ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ. സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഏജൻസിനെ കുറിച്ചാണ്. ഏജൻസ് ഓഫ് സോഷ്യലൈസേഷനാണ് ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് നമുക്ക് നോക്കാം.
ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഏജൻറ്റുകൾ. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കിക്കോളൂ. ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഈസ് നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ടു ദ ഫാമിലി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ റേഞ്ച് ഓഫ് ഗ്രൂപ്പ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ വിച്ച് പീപ്പിൾ ലേൺ ദ കൾച്ചർ ഓഫ് ദയർ സൊസൈറ്റി. അതായത് സാമൂഹ്യവൽക്കരണ പ്രക്രിയ കുടുംബത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ദ പ്രോസസ് ഓഫ് എ സോഷ്യലൈസേഷൻ ഈസ് നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ടു ദ ഫാമിലി. ഒരു കുടുംബത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രക്രിയയല്ല സാമൂഹ്യവൽക്കരണം. ആൻഡ് ദെൻ ആളുകൾ അവരുടെ സമൂഹത്തിൻ്റെ സംസ്കാരം പഠിക്കുന്ന നിരവധി ഗ്രൂപ്പുകളും സ്ഥാപനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ റേഞ്ച് ഓഫ് ഗ്രൂപ്പ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ വിച്ച് പീപ്പിൾ ലേൺ ദ കൾച്ചർ ഓഫ് ദിയർ സൊസൈറ്റി. സമൂഹത്തിലെ സാംസ്കാരികമായി ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുക? നിരവധി ഗ്രൂപ്പുകളും സ്ഥാപനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ സമൂഹത്തിൻ്റെ സംസ്കാരം പഠിക്കുന്ന, സൊസൈറ്റിയുടെ കൾച്ചർ പഠിക്കുന്ന നിരവധി ഗ്രൂപ്പുകളും ഇൻസ്റ്റിറ്റ്യൂഷനുകളും എന്ത് ചെയ്യുന്നു? അതിൽ ഉൾപ്പെടുന്നു. ഇതിനകം അതുകൊണ്ട് തന്നെ ആസ് ഓൾറെഡി മെൻഷൻ ദ ഫാമിലി ഈസ് ദ പ്രൈമറി ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ, while some of the important secondary agents of socialization include the peer group, school and the mass media. അതായത് കുടുംബം സാമൂഹ്യവൽക്കരണത്തിൻ്റെ പ്രാഥമിക ഏജന്റാണ്. ദ ഫാമിലി ഈസ് ദ പ്രൈമറി ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ. കുടുംബം എന്ന് പറയുന്നത് സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഒരു പ്രൈമറി ഏജന്റ് അഥവാ പ്രാഥമിക ഏജന്റാണ്. സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സെക്കൻഡറി ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ ഇൻക്ലൂഡ് ദ പിയർ ഗ്രൂപ്പ്, സ്കൂൾ ആൻഡ് ദ മാസ് മീഡിയ. എന്നാൽ സാമൂഹ്യവൽക്കരണത്തിൻ്റെ സെക്കൻഡറി ഏജന്റിലാണ് ഏതൊക്കെ പെടുക? പിയർ ഗ്രൂപ്പും സ്കൂളും മാസ് മീഡിയയും ഉൾപ്പെടുന്നത്. കുടുംബം എന്ന് പറയുന്നത് സാമൂഹ്യവൽക്കരണത്തിൻ്റെ പ്രൈമറി ഗ്രൂപ്പാണ്. ഫാമിലി എന്ന് പറയുന്നത് സാമൂഹ്യവൽക്കരണത്തിൻ്റെ പ്രൈമറി ഗ്രൂപ്പാണ്. എന്നാൽ പിയർ ഗ്രൂപ്പും സ്കൂളും മാസ് മീഡിയയാണ് സാമൂഹ്യവൽക്കരണത്തിൻ്റെ സെക്കൻഡറി ഏജൻ്റായിട്ട് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ 4 ഏജൻ്റാണുള്ളത്. ഫാമിലി, പിയർ ഗ്രൂപ്പ്, സ്കൂള്, മാസ് മീഡിയ. അതിൽ ഫാമിലി ഏതിൽ വരും? പ്രൈമറി ഏജന്റിൽ വരും. ബാക്കിയുള്ള 3 ഏതിൽ വരുന്നത്? സെക്കൻഡറി സോഷ്യലൈസേഷൻ അഥവാ സെക്കൻഡറി ഏജന്റിൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബം എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. Parents along with the family are the most important agent of socialization. കുടുംബത്തോടൊപ്പം മാതാപിതാക്കളും സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജന്റാണ്. Parents along with the family are the most important agents of socialization. അതായത് കുടുംബത്തോടൊപ്പം മാതാപിതാക്കളും പേരൻസ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ. അപ്പോൾ കുടുംബത്തോടൊപ്പം പേരൻസും സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻ്റായിട്ടാണ് പരിഗണിക്കുന്നത്. വിത്തിൻ ദ ഫാമിലി ഇറ്റ് ഈസ് ദ മദർ ഹൂ ഫസ്റ്റ് ബിഗിൻ ടു സോഷ്യലൈസ് ദ ചൈൽഡ്. മാത്രമല്ല കുടുംബത്തിനുള്ളിൽ കുട്ടിയെ ആദ്യം സാമൂഹ്യവൽക്കരിക്കാൻ തുടങ്ങുന്നത് ആരാണ്? ഒരു ഫാമിലിക്കുള്ളിൽ ഒരു ചൈൽഡിനെ ആദ്യമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്നത് ആരാണ്? മദർ, അമ്മയാണ്. ഒരു കുട്ടി ആദ്യം ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ തന്നെ തിരിച്ചറിയുന്നത് അമ്മയെയാണ്. മാത്രമല്ല ആ കുടുംബത്തിൻ്റെ സാമൂഹ്യവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കുടുംബത്തിൽ ആരായിരിക്കാം? അമ്മയാണ്. വിത്തിൻ ദ ഫാമിലി ഇറ്റ് ഈസ് ദ മദർ ഹൂ ഫസ്റ്റ് ബിഗിൻസ് ടു സോഷ്യലൈസ് ദ ചൈൽഡ്. അതായത് കുട്ടിയെ ആദ്യം സാമൂഹികവൽക്കരിക്കാൻ തുടങ്ങുന്നത് കുടുംബത്തിൽ ആരാണ്? അമ്മയാണ്. സോഷ്യലൈസേഷൻ ഇൻ ബേസിക് വാല്യൂസ് സച്ച് ആസ് ലവ് ആൻഡ് അഫെക്ഷൻ.
സാമൂഹ്യവൽക്കരണത്തിന്റെ അടിസ്ഥാന മൂല്യം, ബേസിക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ലവ് ആൻഡ് അഫെക്ഷൻ. അതായത് സാമൂഹ്യവൽക്കരണത്തിന്റെ അടിസ്ഥാന മൂല്യം, അതായത് ബേസിക് വാല്യൂ എന്ന് പറയുന്നത് സ്നേഹവും വാത്സല്യവുമാണ്. ലവ് ആൻഡ് അഫെക്ഷൻ. മാനേഴ്സ് ആൻഡ് ഇക്വിറ്റീസ് ആർ ഫസ്റ്റ് സ്ട്രെങ്ത് ഇൻ ദ ഫാമിലി. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്? മര്യാദകൾ തുടങ്ങിയ അടിസ്ഥാന മൂല്യങ്ങളിലുള്ള സാമൂഹ്യവൽക്കരണം ആദ്യം തുടങ്ങുന്നതും കുടുംബത്തിലാണ്. ഒരു വ്യക്തിയുടെ മാനേഴ്സ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കാം? കുടുംബത്തിൽ നിന്നാണ്. ഓരോ ആളുകൾ ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഒരുപാട് 40-45 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ 45 സ്റ്റുഡൻസും ഡിഫറൻറ്റ് കൾച്ചറായിരിക്കാം. ഓരോരുത്തർക്കും ഓരോ സംസ്കാരമായിരിക്കാം, ഓരോ വ്യക്തിത്വമായിരിക്കാം, ഓരോ കുട്ടികളിലും ഓരോ ചെയ്തിയായിരിക്കാം. അതെന്താണ്? ചില കുട്ടികൾ നല്ല ആതിഥ്യ മര്യാദ ഉണ്ടായിരിക്കാം. ആ മര്യാദ എന്ന് പറയുന്ന ആ മാനേഴ്സ് എവിടെ നിന്നാണ് ആ കുട്ടിക്ക് കിട്ടുന്നത്? അവൻ്റെ കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് വേണം എന്താദ്യം സ്റ്റാർട്ട് ചെയ്യാൻ? മാനേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾക്കവിടെ ഒരുപാട് പണമോ അതൊന്നുമല്ല, നമ്മളുടെ മര്യാദയാണ് നമ്മളുടെ ഏറ്റവും വലിയ സംസ്കാരം. ആ ആതിഥ്യ മര്യാദ എന്നൊരു സംസ്കാരം ആ കുട്ടിയിൽ ആർജിക്കുന്നുണ്ടെങ്കിൽ അതാദ്യം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. അതാണ് സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഫസ്റ്റ് ഏജന്റാണ് ഫാമിലി എന്ന് പറയാനുള്ള കാരണം. അത് പ്രൈമറി ഏജന്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. പേരൻസിലൂടെയാണ് ആ കുട്ടിക്ക് സാമൂഹ്യവൽക്കരണം ലഭ്യമാകുന്നത്. ഇതാണ് ഫാമിലി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത പോയിന്റാണ് പിയർ ഗ്രൂപ്പ്. എന്താണ് പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? പിയർ ഗ്രൂപ്പ് പറഞ്ഞാൽ സമപ്രായക്കാരുടെ ഗ്രൂപ്പുകളെയാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയാം. സെയിം ഏജ് ആയിട്ടുള്ള. അപ്പൊ എന്താണ് പിയർ ഗ്രൂപ്പ് നോക്കൂ. പിയർ ഗ്രൂപ്പ് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ഹു ആർ ഓഫ് ദ സെയിം ഏജ്. സാധാരണയായി സമപ്രായക്കാരുടെ ഗ്രൂപ്പിലുള്ള ഒരേ പ്രായത്തിലുള്ള സുഹൃത്തുക്കളായിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? പിയർ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുക. സെയിം ഏജ് ആയിരിക്കും. ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ ചേരുന്ന ആ ഗ്രൂപ്പിനെയാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദേ ഷെയർ എ മ്യൂച്വൽ സെൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോപ്പറേഷൻ വിത്ത് ഈച്ച് അതർ ആൻഡ് ആൾസോ കൺസിഡർഡ് ഈച്ച് ഓഫ് ദം ആസ് ഈക്വൽ. അതേപോലെ തന്നെ പിന്നെന്താണ് പിയർ ഗ്രൂപ്പിന്റെ പ്രത്യേകത? അവർ മനസ്സിലാക്കുകയും സഹകരണം പങ്കിടുകയും അതേപോലെ തന്നെ തുല്യരായി കണക്കാക്കുകയും ചെയ്യുന്നു. ദേ ഷെയർ എ മ്യൂച്വൽ സെൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം മനസ്സിലാക്കുകയും കോപ്പറേഷൻ സഹകരണം നടത്തുകയും തുല്യത ഒരേപോലത്തെ തുല്യത പങ്കിടുകയും ചെയ്യുന്നു. ഫ്രണ്ട്സ് അങ്ങനെയാണല്ലോ അല്ലേ? ഫ്രണ്ട്സിന്റെ ഇടയിൽ നല്ലൊരു ഉറ്റ സുഹൃത്തിന്റെ ഇടയിൽ ആ ഒരു ഉള്ളവരെന്നോ ഇല്ലാത്ത ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട് എന്നൊരു വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. ഫ്രണ്ട്സ് എപ്പോഴും എങ്ങനെയായിരിക്കും? പരസ്പരം മനസ്സിലാക്കും. ദേ ഷെയർ എ മ്യൂച്വൽ സെൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം മനസ്സിലാക്കുകയും കോപ്പറേഷൻ സഹകരിക്കുകയും അതേപോലെ തന്നെ തുല്യമായി പരിഗണിക്കുകയും ചെയ്യുന്നവരായിരിക്കും ആരെ? ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് എന്ന് പറയുന്നതിനാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുക. സമപ്രായക്കാരുടെ ഗ്രൂപ്പിനെയാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുക. ഈ പിയർ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കാനും അതേപോലെ തന്നെ സഹകരിക്കാനും തുല്യതയോടെ പരിഗണിക്കാനൊക്കെ സാധിക്കുന്ന ഗ്രൂപ്പായിരിക്കും. Initially, peer group are formed in neighborhood or the housing community where the children live. അതേപോലെ തന്നെ പിന്നെ ഈ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എവിടെയുള്ളവരായിരിക്കും? കുട്ടികൾ താമസിക്കുന്ന അയൽപ്പക്കത്തെ അല്ലെങ്കിൽ വീടിന്റെ അടുത്തുള്ള ആളുകളായിരിക്കും ഏതിലുണ്ടായിരിക്കുക? പിയർ ഗ്രൂപ്പിലുണ്ടായിരിക്കുക. ഇനീഷ്യലി പിയർ ഗ്രൂപ്പ് ആർ ഫോംഡ് ഇൻ ദ നൈബർഹുഡ്. നൈബർഹുഡ് പറഞ്ഞാൽ ആരാണ്? അയൽപ്പക്കക്കാർ. ഒന്നില്ലെങ്കിൽ അയൽപ്പക്കക്കാരോ അല്ലെങ്കിൽ അവരുടെ വീടിന്റെ തൊട്ട് അപ്പാർട്ട്മെന്റിലൊക്കെ താമസിക്കുന്നവരൊക്കെ ആയിരിക്കും കുട്ടികളുടെ പിയർ ഗ്രൂപ്പ് എന്ന് പറയുക. പിന്നെ നമ്മൾ പഠിക്കാനൊക്കെ എവിടേക്ക് ദൂരദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ നിന്നും ഹോസ്റ്റലിൽ നിന്നൊക്കെ നമുക്ക് ഫ്രണ്ട്സുകൾ ഉണ്ടാവും. ഒപ്പം നമ്മൾ
നമ്മൾ പഠിക്കുന്ന കുട്ടികൾ ഫ്രണ്ട്സ് പിയർ ഒരേ ഏജിലുള്ള ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കും. അവരെയൊക്കെ നമുക്ക് എന്ത് പറയാം? പിയർ ഗ്രൂപ്പ് എന്ന് പറയാം. പിയർ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ്? അവരുടെ ആ ഒരു പരസ്പരം ഇപ്പോൾ ഒരു പ്രായത്തിൽ പേരൻസിനോട് പറയുന്നതിനെക്കാട്ടിലും കുട്ടികൾ സംസാരിക്കുക സമപ്രായക്കാരോടായിരിക്കും. ഒരു ഡിസ്റ്റൻസ് വരും. കുട്ടികൾ ഒരു 10-12 വയസ്സ് കഴിഞ്ഞാൽ 10 വയസ്സ് കഴിയുമ്പോഴേക്കും ബാല്യം വിടൽ തുടങ്ങി കൗമാരപ്രായക്കാരാവും. ആ കൗമാരപ്രായം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ പേരൻസിൽ നിന്നും ഇങ്ങനെ ചെറിയ രീതിയിൽ അകലാൻ തുടങ്ങും. അങ്ങനെ അകലരുത്. അകലുമ്പോഴാണ് കുട്ടികൾ പല ഇതിലേക്കും പോവുക. അങ്ങനെ അകലുമ്പോൾ അവർ കൂടുതൽ അടുക്കുക ആരോടായിരിക്കും? സമപ്രായക്കാരായിട്ടുള്ള അവരുടെ ഫ്രണ്ട്സിനോടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളെയാണ് ഇവിടെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? പിയർ ഗ്രൂപ്പ്. അപ്പൊ സാമൂഹ്യവൽക്കരണത്തിന്റെ സോഷ്യലൈസേഷന്റെ ഏജന്റ് ആയിട്ടാണ് ഏതിനെ അറിയപ്പെടുന്നത്? പിയർ ഗ്രൂപ്പ്. ഇനി നമുക്ക് എടുക്കാനുള്ളത് സ്കൂളും മാസ് മീഡിയയാണ്. അത് നമുക്ക് എന്താ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സോഷ്യലൈസേഷൻ ഏജന്റിൽ നമ്മൾ 2 പോയിന്റാണ് പറഞ്ഞു കഴിഞ്ഞത്. ഇനി അതിലെ 3ാമത്തെ പോയിന്റാണ് എടുക്കുന്നത് സ്കൂള്. സോഷ്യലൈസേഷൻ ഏജന്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് സ്കൂൾ. നമുക്കറിയാം സാമൂഹ്യവൽക്കരണ പ്രക്രിയയിലെ പ്രധാന ഘടകമാണ് ഏത്? സ്കൂൾ. സ്കൂളിൽ നിന്ന് തന്നെയാണ് കൂടുതലായിട്ടും ഏത് പ്രക്രിയ നടക്കുന്നത്? സാമൂഹ്യവൽക്കരണ പ്രക്രിയ നടക്കുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് എത്രത്തോളം അത് നമ്മൾക്ക് അനുയോജ്യമായിരിക്കുന്നു എന്നും ആ സാമൂഹ്യവൽക്കരണ പ്രക്രിയയിൽ സ്കൂളിന്റെ പങ്ക് എന്തൊക്കെ എന്നൊക്കെ നമുക്ക് നോക്കാം. The school is known to be the first formal agent of socialization which shaped the ideas and the attitude of a child. The school is known to be the first formal agent of socialization. സാമൂഹ്യവൽക്കരണത്തിന്റെ ആദ്യത്തെ ഒരു ഏജന്റ് തന്നെയാണ് ഏത്? സ്കൂളും. സാമൂഹ്യവൽക്കരണത്തിന്റെ അഥവാ സോഷ്യലൈസേഷന്റെ പ്രധാനപ്പെട്ട ഒരു ഏജന്റ് തന്നെയാണ് ഏതും? സ്കൂളും. സ്കൂളിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുക? ഐഡിയാസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് എ ചൈൽഡ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ഐഡിയാസുകളും ആറ്റിറ്റ്യൂഡ് അവന്റെ ആറ്റിറ്റ്യൂഡും ഒക്കെ അവന് കിട്ടുന്നത്, വ്യക്തിത്വമൊക്കെ അവന് ലഭ്യമാകുന്നത് എവിടെ നിന്നാണ്? വിദ്യാലയത്തിൽ നിന്നാണ്, സ്കൂളിൽ നിന്നാണ്. ചിൽഡ്രൻ ലേൺ ടു മെയിൻറ്റെയിൻ സർട്ടൻ അതേപോലെ തന്നെ പിന്നെന്താ അവിടെ പറയുന്നത്? ചിൽഡ്രൻ ലേൺ ടു മെയിൻറ്റെയിൻ സർട്ടൻ ഡോക്കം in the class. They learn to obey rules of discipline in the school and be diligent in learning the lesson that are taught in class. അതായത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥിയിലേക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള അറിവും അതേപോലെ തന്നെ ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥിക്ക് വേണ്ട അറിവും അതേപോലെ പിന്നെ സ്കൂളിൽ നിന്ന് എന്തൊക്കെ ലഭ്യമാണെന്നാ പറയുന്നത്? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിൽഡ്രൻ ലേൺ ടു മെയിൻറ്റെയിൻ സർട്ടൻ ഡോക്കം ഇൻ ദ ക്ലാസ്. ദേ ലേൺ ടു ഒബേ റൂൾസ് ഓഫ് ഡിസിപ്ലിൻ ഇൻ ദ സ്കൂൾ ആൻഡ് ബി ഡിലൈറ്റ് ഇൻ ലേണിംഗ് ദ ലെസൺ ദാറ്റ് ആർ ടോങ്ഡ് ഇൻ ദ ക്ലാസ്. അതായത് കുട്ടികൾ ക്ലാസ്സിൽ പ്രത്യേക മാന്യത നിലനിർത്താൻ പഠിക്കുന്നു, സ്കൂളിലെ അച്ചടക്ക നിയമങ്ങൾ അനുസരിക്കാൻ പഠിക്കുന്നു, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പാഠങ്ങൾ പഠിക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ അറിവും ഡിസിപ്ലിനും മറ്റു കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന് വേണ്ട ഡിസിപ്ലിനും അതേപോലെ തന്നെ അവന് വേണ്ട അറിവുകളും പഠന നിലവാരവും വായനയും ഒക്കെ അവന് ലഭ്യമാകുന്നത് അവനെ സംബന്ധിച്ച് കിട്ടുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ചിൽഡ്രൻ ലേൺ ടു മെയിൻറ്റെയിൻ സർട്ടൻ ഡോക്കം ഇൻ ദ ക്ലാസ്. They learn to obey rules of discipline in the school and be diligent in learning the lesson that are taught in the class. അതായത് ഇവിടെ എന്താ? കുട്ടികൾ ക്ലാസ്സിൽ ഒരു പ്രത്യേക മാന്യത നിലനിർത്താൻ പഠിക്കുന്നു, സ്കൂളിലെ അച്ചടക്ക നിയമങ്ങൾ അനുസരിക്കാൻ പഠിക്കുന്നു, ക്ലാസ്സിൽ പഠിക്കുന്ന പാഠങ്ങൾ പഠിക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ആ കുട്ടിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണ്.
അതേപോലെ ദ ചിൽഡ്രൻ ആർ expected to listen to their teachers and accept their authority. കുട്ടികളെ അധ്യാപകർ ശ്രദ്ധിക്കുകയും അവരുടെ അധികാരം അംഗീകരിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. The children are accepted to listen to their teachers. വിദ്യാർത്ഥികൾ, അതായത് ഇവിടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻ അധ്യാപകരെ ശ്രദ്ധിക്കുകയും ആക്സെപ്റ്റ് ദയർ അതോറിറ്റി, അവരുടെ അധികാരങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവരുടെ അധ്യാപകരുടെ അധികാരങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അറ്റ് ടൈംസ് ടീച്ചേഴ്സ് റിയാക്ഷൻ ആൾസോ ഹാവ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ ഓൺ ദ ചിൽഡ്രൻ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ചില സമയങ്ങളിൽ അധ്യാപകരുടെ പ്രതികരണങ്ങൾ കുട്ടികൾക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. അറ്റ് ടൈംസ് ടീച്ചേഴ്സ് റിയാക്ഷൻ ആൾസോ ഹാവ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ ഓൺ ദ ചിൽഡ്രൻ. ചില സാഹചര്യങ്ങളിൽ അധ്യാപകരുടെ റിയാക്ഷൻ കുട്ടികളിൽ എന്തുണ്ടാക്കാം എന്നാ പറയുന്നത്? പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു. അതുകൊണ്ടാണ് അവരോട് അത്രയും നല്ല സോഫ്റ്റ് കോർണറിലൂടെ അവരെ കൊണ്ടുവരുമ്പോഴാണ് അവർ നല്ല വഴിയിലേക്ക് എത്തുക. എപ്പോഴും നമ്മൾ അവരെ ചീത്ത പറയണം, സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ കുട്ടികളെ ചീത്ത പറയണം. പക്ഷെ ആ ചീത്ത പറയുന്നത് അവരെ എന്തിനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അവരെ ചീത്ത പറയാൻ, അവരോട് ഷൗട്ട് ചെയ്യാൻ. അതല്ലാതെ അവരോട് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫിസിക്കലി അവരെ മെന്റലി ഷോക്കായി മാറും. അപ്പോൾ ഒരു കുട്ടിയുടെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ആ കുട്ടിയെ എന്തിനു വേണ്ടിയാണ് ആ ടീച്ചർ റിയാക്ഷൻ ചെയ്തത് എന്ന് കുട്ടിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് വേണം അവരോട് പെരുമാറാൻ എന്നാണ് ഈ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ സ്കൂളിലൂടെ വ്യക്തമാക്കി തരുന്നത്. ദ സ്കൂൾ ഈസ് നോട്ട് ഓൺലി റെസ്പോൺസിബിൾ ഫോർ ഫോർമലി ട്രെയിനിങ് ദ ചൈൽഡ് ഇൻ റീഡിംഗ്, റൈറ്റിംഗ്, arithmetic, but it also help to develop critical thinking abilities. അതേപോലെ തന്നെ പിന്നെന്താ ഇവിടെ പറയുന്നത്? വായന, എഴുത്ത്, അതേപോലെ തന്നെ പിന്നെന്താണ് ഗണിതം തുടങ്ങിയ കാര്യങ്ങളിൽ കുട്ടിയെ ഔപചാരികമായി പരിശീലിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ുമുള്ള ഉത്തരവാദിത്തം എവിടെയാണുള്ളത്? സ്കൂളിനാണ്. The school is not only responsible for formally training the child in reading. ഒരു വിദ്യാർത്ഥിയെ വായിക്കാനും റൈറ്റിംഗ് എഴുതാനും മാത്തമാറ്റിക്കലി ചിന്തിക്കാനൊക്കെ കഴിവുള്ളവരാക്കി, എബിലിറ്റി ഉള്ളവരാക്കി മാറ്റുന്നതിനുള്ള പ്രധാന ഉത്തരവാദിത്തം ആർക്കാണ്? സ്കൂളിനാണ്. അതുകൊണ്ടാണ് സോഷ്യലൈസേഷൻ പ്രോസസ്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഏജന്റ് ആണ് ഏത് എന്ന് പറയാനുള്ള കാരണം, സ്കൂൾ എന്ന് പറയാനുള്ള കാരണം. സോഷ്യലൈസേഷൻ പ്രോസസ്സിലെ ഒരു പ്രധാന ഘടകമാണ് ഏത്? സ്കൂൾ. അടുത്തതാണ് മാസ് മീഡിയ. സോഷ്യലൈസേഷൻ പ്രോസസ്സിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏജന്റ് ആയിട്ട് അറിയപ്പെടുന്ന പ്രക്രിയയാണ് ഏത്? മാസ് മീഡിയ. എന്താ മാസ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മാസ് മീഡിയാസുകളില്ലാതെ സോഷ്യൽ മീഡിയയും മറ്റു തരത്തിലുള്ള ടെലിവിഷൻ പോലെ മാഗസിനുകളും ന്യൂസ് പേപ്പറും അതൊക്കെ മാസ് മീഡിയയിൽ വരും. അപ്പൊ എന്തൊക്കെയാണ് മാസ് മീഡിയയിൽ ഇൻവോൾവഡ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. മാസ് മീഡിയ ഇൻക്ലൂഡ് വാരിയസ് ഏജന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫോർ ഇൻസ്റ്റൻസ് റേഡിയോ. ആദ്യത്തെ മാസ് മീഡിയ ഏതായിരുന്നു? റേഡിയോ ആണ്. ഫസ്റ്റ് മാസ് മീഡിയ ആയിട്ട് അറിയപ്പെടുന്നത് റേഡിയോ ആയിരുന്നു. അപ്പൊ ഏതൊക്കെയാണ് മാസ് മീഡിയയിൽ വരിക? റേഡിയോ, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, മാഗസിൻ, മീഡിയ പോർട്ടൽ, വെബ്സൈറ്റ് ആൻഡ് എക്സെട്ര. ഇതൊക്കെ മാസ് മീഡിയയിൽ വരുന്ന ഘടകങ്ങളാണ്. മാസ് മീഡിയ ഇൻക്ലൂഡ് വാരിയസ് ഏജന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫോർ ഇൻസ്റ്റൻസ് എന്തൊക്കെയാണ് മാസ് മീഡിയക്ക് എക്സാമ്പിൾ? റേഡിയോ, ടെലിവിഷൻ, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻ, മീഡിയ പോർട്ടൽ ആൻഡ് വെബ്സൈറ്റ് എക്സെട്ര. Protect or argue that in this age of electronic media, children are provided with a variety of new learning opportunity which broaden the range events children experience. അതേപോലെ തന്നെ ഇവിടെ എന്താണ് പറയുന്നത്? നമുക്കറിയാം ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ഈ യുഗത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന സംഭവങ്ങളുടെ വ്യാപ്തി വിശാലമാകുന്ന വൈവിധ്യമാർന്ന പുതിയ അവസരങ്ങൾ കുട്ടികൾക്ക് നൽകപ്പെടുന്നു. ഇപ്പൊ ഇത്തരത്തിലുള്ള
മാസ് മീഡിയ വഴി കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ, പല ഓപ്പർച്യൂണിറ്റികളും അവസരങ്ങളും അതേപോലെ പല തരത്തിലുള്ള വിവരങ്ങളും കുട്ടികളിലേക്ക് എത്തിപ്പെടാൻ ഏതിനും സാധിക്കുന്നുണ്ട്, മാസ് മീഡിയക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, പ്രോട്ട് എറ്റ് അൽ, അതൊരു സോഷ്യോളജിസ്റ്റിന്റെ പേരാണ് കേട്ടോ. PROT എന്നാണ്. പ്രോട്ട് എറ്റ് അൽ ആർഗ്യൂസ് ദാറ്റ് എന്നാണ്. പ്രോട്ടറ്റ് അൽ എന്ന ഒരു സോഷ്യോളജിസ്റ്റ് എന്താണ് വ്യക്തമാക്കുന്നത്? In the age of electronic media, children are provided with a variety of new learning opportunity which broaden the range events children experience. അതായത് ഇവിടെ ഇദ്ദേഹം വ്യക്തമാക്കുന്നത് എന്താണ്? പ്രോട്ടേറ്റ് വാദിക്കുന്നു, ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ഈ യുഗത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന സംഭവങ്ങളുടെ വ്യാപ്തി വിശാലമാകുന്ന വൈവിധ്യമാർന്ന പുതിയ പഠന അവസരങ്ങൾ കുട്ടികൾക്ക് നൽകപ്പെടുന്നു എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ന്യൂസുകളും പല ഓപ്പർച്യൂണിറ്റികളും പല എക്സ്പീരിയൻസുകളും നൽകാൻ ഈ ഇലക്ട്രോണിക് മീഡിയയ്ക്ക് കഴിയുമെന്നാണ് ആര് വാദിക്കുന്നത്? പ്രോട്ടറ്റ് അല് വാദിക്കുന്നത്. As a consequence, it is witnessed that socialization is no longer primarily or secondarily dependent to the influence of the family, peers, other such agencies. പിന്നെ എന്താ പറയുന്നത്? ആസ് എ കോൺസിക്വൻസ്, ഇതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് വിറ്റ്നസ്ഡ് ദാറ്റ് സോഷ്യലൈസേഷൻ നോ ലോങ്ങർ പ്രൈമർലി ഓർ സെക്കൻഡറിലി ഡിപ്പെൻഡന്റ് ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫാമിലി, പിയർ ഓർ അതർ സച്ച് ഏജൻസീസ്. അതായത് പിന്നെന്താണ്? ഇതിന്റെ തൽഫലമായി സാമൂഹ്യവൽക്കരണം ഇനി പ്രാഥമികമായി അല്ലെങ്കിൽ സെക്കൻഡറി ആയി കുടുംബം, സമപ്രായക്കാർ അല്ലെങ്കിൽ മറ്റു തരം ഏജൻസികളുടെ സ്വാധീനത്തെ ആശ്രയിക്കുന്നത് നഷ്ടപ്പെടാൻ ഏത് കാരണമായി? മാസ് മീഡിയ കാരണമായി. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പ്രൈമറിലി അറിയുന്നത്, പ്രൈമറിലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്? അച്ഛൻ, അമ്മ എന്നീ ഗ്രൂപ്പുകളെയാണ് നമ്മൾ പ്രൈമറിലി അറിയുക. അപ്പൊ പ്രൈമറിലി, സെക്കൻഡറി, അതേപോലെ ഫാമിലി, പിയർ തുടങ്ങിയ ഗ്രൂപ്പുകളുമായിട്ടുള്ള ബന്ധം കുറയാൻ, കുട്ടികളിൽ ഇവരുമായിട്ടുള്ള ബന്ധം കുറയാൻ ഏത് കാരണമായി? മാസ് മീഡിയ കാരണമായി. മാസ് മീഡിയയുടെ ഉപയോഗം കുട്ടികളിലെ ആരൊക്കെയായിട്ടുള്ള റിലേഷനാണ് കുറയാൻ കാരണമായത്? പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, ഫാമിലി, പിയർ ഗ്രൂപ്പ്, അതേപോലെ തന്നെ മറ്റ് ഏജൻസികൾ, അതർ ഏജൻസികൾ, ഇവരൊക്കെ ആയിട്ടുള്ള റിലേഷൻസ് കുറയുന്നതിന് ഏത് കാരണമായി തീർന്നു എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്? മാസ് മീഡിയ കാരണമായി. അപ്പോ സോഷ്യലൈസേഷൻ പ്രോസസ്സിലെ പ്രധാനപ്പെട്ട ഏജന്റുകളാണ് ഏതൊക്കെ? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഫാമിലിയും, പിയർ ഗ്രൂപ്പും, സ്കൂളും, മാസ് മീഡിയയും. അപ്പൊ ഈ 12ാമത്തെ യൂണിറ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന ഈ ഒരു സബ്ജക്റ്റിൽ 2 യൂണിറ്റും കൂടി കവർ ചെയ്യാനുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതിയെടുക്കുക, ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ക്ലിയർ ചെയ്യുക. ഓക്കെ.